പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇന്ന് നമുക്ക് തന്ന കൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ തൃപ്പാദത്തിൽ വന്നിരിക്കുവാൻ, കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ കൃപ ചോദിക്കുവാൻ അടിയങ്ങൾക്ക് തരുന്ന കൃപയ്ക്കും സമയത്തിനുമായി സ്തോത്രം. കർത്താവെ, പലയിടങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളോടുകൂടെ യോജിച്ചിരിക്കുന്നവരും അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൻ്റെ സഹായത്താൽ കാണുന്നവരുമായ അങ്ങയുടെ മക്കളുടെ മേലെല്ലാം ഒരു ദൈവകൃപ പകരണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കണം. വചനം ഞങ്ങളോട് ഇടപെടണമേ. അത് അനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണേ. അനുസരിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ ഞാൻ സ്ഥലത്തില്ലാഞ്ഞതുകൊണ്ട് റെക്കോർഡഡ് മെസ്സേജസ് ആയിരുന്നു വന്നതെന്ന് എനിക്കറിയാം. ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ ഇരുന്ന്, ചർച്ച് ഓഫീസിൽ തന്നെ ഇരുന്ന് ഇത് ചെയ്യുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പ്രാരംഭമായി റൂത്തിൻ്റെ പുസ്തകമാണ് പഠിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ റൂത്തിൻ്റെ പുസ്തകം വിശദമായി എടുക്കാനല്ല, ചുരുക്കമായി എടുക്കാൻ താല്പര്യപ്പെടുന്നു. കാര്യം അതൊരു കൊച്ചു പുസ്തകമാണല്ലോ. 4 അധ്യായങ്ങൾ മാത്രമുള്ള കൊച്ചു പുസ്തകമാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള കൊച്ചു പുസ്തകമാണ്. അതുകൊണ്ട് അത് അങ്ങനെ എടുക്കാൻ താല്പര്യപ്പെടുന്നു. റൂത്ത് 4 അധ്യായങ്ങൾ മാത്രമുള്ള ബൈബിളിലെ 8ാമത്തെ പുസ്തകമാണ് ഈ റൂത്തിൻ്റെ പുസ്തകം. ഇതിനകത്തൊരു 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. യോശുവയുടെ ലേഖനം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം തുടങ്ങുമ്പോൾ നമ്മളത് ചിന്തിച്ചിരുന്നു. 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. അതിനകത്തെ 3ാമത്തെ ചരിത്ര പുസ്തകമാണിത്. പ്രധാനമായും റൂത്ത് എന്ന പെൺകുട്ടിയുടെ, പിന്നത്തേതിൽ എന്ന സ്ത്രീയുടെ ചരിത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലെ പ്രതിപാദ്യം ജനം ദൈവത്തെ വിട്ടാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. എലിമലേക്കും തൻ്റെ കുടുംബവും സ്വന്തം നാട് വിട്ട് അല്പം ക്ഷാമമുണ്ടായ കാരണത്താൽ ദേശം വിട്ടുപോയ ഒരു കാര്യമാണ്. അനേകർ ദേശം വിട്ടു പോകാറുണ്ട്, സഭകൾ വിട്ടു പോകാറുണ്ട്. ക്ഷാമത്തിൽ 1000-ങ്ങൾ 10,000-ങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുമ്പോൾ അബീമേലെക്കിനും കുടുംബത്തിനും മാത്രമേ ഉള്ളായിരുന്നോ ക്ഷാമം? അവർക്ക് വിട്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അനേകരും പല സാഹചര്യങ്ങളിലായി ദൈവകൃപ വിട്ടുമാറിയിരുന്ന കാലയളവിൽ അങ്ങനെ വിട്ടുപോയ ഒരുവൻ്റെ ചരിത്രം ചിത്രീകരിക്കേണ്ടതിന് വേണ്ടി ബൈബിൾ എടുത്തിരിക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് റൂത്തിൻ്റെ പുസ്തകം. ദൈവജനം ദൈവത്തെ വിട്ട് നാടുകളിലേക്ക്, പല നാടുകളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന കാലഘട്ടം. ഇപ്രകാരം വിട്ടുപോയ നവോമിയെയും എലിമലേക്കിനെയും ദൈവം സന്ദർശിക്കുന്നതും അവരുടെ മക്കൾ വിദേശത്ത് വെച്ച് വിവാഹിതരായി മാന്യരായി മിടുക്കരായി ജീവിക്കുന്നതും ഒരു കാലത്തിനു ശേഷം എലിമലേക്കും തുടർന്ന് തൻ്റെ 2 ആൺമക്കളും മരിച്ച് നവോമി എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. പക്ഷെ ശപിക്കപ്പെട്ട മോവാബ്യ കുടുംബത്തിൽ നിന്നുമാണ് ആ 2 മക്കൾ, 2 പെൺകുട്ടികളെ സ്വീകരിച്ചത്, ഭാര്യമാരായി എടുത്തത്. അവർക്കൊരു തലമുറ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു തലമുറ ജനിക്കാതെ ദൈവം അവരെ സൂക്ഷിച്ചു. എന്നാൽ ഭാഗ്യവശാൽ റൂത്ത് എന്ന പെൺകുട്ടിക്ക്, അത് അവളുടെ മേലുള്ള ഭാഗ്യമാണ്, ഒരവസരം ലഭിക്കുകയും അവസരത്തിൽ അവളുടെ തീരുമാനം അവൾ യോഗ്യമായി ഉപയോഗിക്കുകയും അമ്മായിയമ്മയോട് പറ്റി നിൽക്കുകയും ചെയ്തു. അത് മുഖേന അമ്മായിയമ്മയും അവളുമായി യെരുശലേമിലേക്ക് മടങ്ങി വരികയും ഇസ്രായേലിലേക്ക് മടങ്ങി വരികയും അവിടെ ബോവസ് എന്ന ഒരു പുരുഷനെ, വീണ്ടെടുപ്പുകാരനെ അവൾ കണ്ടുമുട്ടുകയും ചെയ്തു. അവർ വിവാഹിതരായി. അങ്ങനെ മരിച്ചുപോയവൻ്റെ പേരിൽ ഒരവകാശം വീണ്ടും കൊടുക്കുവാൻ ദൈവത്തിന് തിരഹിതമായി. മാത്രവുമല്ല, ബോവസിനെ വീണ്ടെടുപ്പുകാരനായി ചിത്രീകരിക്കുമ്പോൾ തന്നെ ശാപത്തിൽ നഷ്ടപ്പെട്ട റൂത്തിനെ ദൈവം വീണ്ടെടുക്കുന്നതും ഒടുവിൽ അവൾ യേശുക്രിസ്തുവിൻ്റെ മാതാവായി, ക്രിസ്തുവിൻ്റെ എന്ന് പറയാനൊക്കത്തില്ല, യേശുവിൻ്റെ മാതാവായി മാറുന്നതും കാണുവാൻ കഴിയും. ഇതിൻ്റെ എഴുത്തുകാരൻ ആരെന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരെന്നതിന് വ്യക്തമായ ഒരു മറുപടിയുമില്ല. എങ്കിലും യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ശമൂവേലും കൂടെ ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത്. ശമൂവേൽ ഈ പുസ്തകം എഴുതിയെന്ന് പറയുവാൻ അവർക്കും കഴിയുകയില്ല. ശമൂവേലും കൂടെ ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് തൽമൂദിക് ട്രഡീഷൻസ് ആണ്. തൽമൂദുകളിൽ അങ്ങനെയാണ് പറയുന്നത്.
പുസ്തകം എഴുതിയ കാലഘട്ടം എന്നൊന്നും വ്യക്തമായി പറയുവാൻ കഴിയില്ലെങ്കിലും BC 1030 മുതൽ BC 1010 വരെയുള്ള ചരിത്രം ഇതിനകത്ത് കുറിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് ഇത് എഴുതിയതെന്ന് വ്യക്തമല്ല. കാരണം ഏതോ ലൈബ്രറിയിൽ നിന്ന് എടുത്ത കഥ അല്ലെങ്കിൽ ചരിത്രം പിന്നത്തേതിൽ ക്രോഡീകരിച്ച് വ്യക്തതയിൽ കൊണ്ടുവന്നതാകാം എന്ന് കരുതുന്നു. ഇതിൽ കവർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം കൂടെ BC 1030 മുതൽ 1010 വരെയുള്ള 20 വർഷത്തെ ചരിത്രമാണ് ഏറെക്കുറെ ഇത് കവർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്തെ ക്രിസ്തുവിൻ്റെ നിഴൽ ആര് എന്ന് ചിന്തിക്കാറുണ്ട്. ഈ പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ നിഴൽ ബോവസാണ്. ബോവസിനെ വീണ്ടെടുപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ GOEL ഗോയൽ എന്നതിനെ വിളിക്കുന്നു. ഗോയൽ എന്നൊരു പേരുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പേരാണ് ഗോയൽ. പക്ഷേ പേരിന് ഒരർത്ഥമുണ്ട്, എബ്രായ ഭാഷയിൽ ഒരർത്ഥമുണ്ട്. വീണ്ടെടുപ്പുകാരൻ എന്നാണ് ഗോയൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ബോവസ് ഒരു വീണ്ടെടുപ്പുകാരനായി മാറുന്നു. ഇതിൻ്റെ താക്കോൽ ആശയം വീണ്ടെടുപ്പ് എന്നതാണ്. താക്കോലാണ് നമ്മൾ പിന്നെ ചിന്തിക്കുന്നത്. വീണ്ടെടുപ്പ് എന്നതത്രേ ഇതിൻ്റെ ആശയം. വീണ്ടെടുപ്പുകാരൻ എന്ന ആശയം 13 പ്രാവശ്യം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ ചെറിയ പുസ്തകത്തിൽ 4 അധ്യായങ്ങളിൽ 13 പ്രാവശ്യം ആ പേര് ചേർത്തിരിക്കുന്നതിനാൽ നിശ്ചയമായും ഇതിൻ്റെ വ്യക്തമായ ഉദ്ദേശം ആ ആശയം വിവരിക്കുകയാണ്. ഇതിൽ 2 താക്കോൽ വാക്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ വേദപുസ്തക പഠനത്തിന് ബേസിക് എടുക്കുന്നത്. ഞാനിന്ന് 1-2 കമൻട്രികൾ മറ്റ് ചെക്ക് ചെയ്തപ്പോഴും എല്ലാവരും പറയുന്നത് ഓപ്പൺ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല വെബ്സൈറ്റുകളും എൻസൈക്ലോപീഡിയകൾ വരെ പറയുന്നത് ഓപ്പൺ ബൈബിളാണ് വ്യക്തമായ ഒരു വിശദീകരണം, ഏറ്റവും വ്യക്തമായ ഒരു വിശദീകരണം ഇതിനെക്കുറിച്ച് തരുന്നത്. ഒന്നാമത്തെ വാക്ക് താക്കോൽ വാക്യമായി അവരെടുക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്ന ഇടത്ത് ഞാനും പോരും, നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. രൂത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഗൗരവം ഞാൻ പറഞ്ഞു. ഭാഗ്യവശാൽ അവൾക്ക് വീട് കിട്ടിയ ഒരവസരമാണ്. 10ാം തലമുറ പോലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശാപം ഏറ്റുവാങ്ങിപ്പോയവൾ. ലോത്ത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് അനുസരിക്കാതെ പെർമിസീവ് വില്ലിൽ കുടുങ്ങിയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറകൾ 2 പെൺമക്കൾ വഴിതെറ്റി. ലോത്ത് തന്നെ വഴിതെറ്റി. പെൺമക്കൾ തെറ്റി. അവരുടെ അമ്മ, പെൺമക്കളുടെ അമ്മ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. ആ വല്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ ജനിച്ചു വീണ ഒരു മക്കളാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ 10ാം തലമുറ പോലും കയറരുത് എന്ന് പറഞ്ഞ് ശാപമേറ്റത്. ആ കുടുംബത്തിൽ നിന്ന് മടങ്ങി വരേണ്ടതിന് വേണ്ടി ഒരു രൂത്തിന്, മോവാബ്യ വർഗത്തിൽ നിന്ന് ഒരു രൂത്തിന് ദൈവം കൃപ കൊടുത്തു. വീണ് കിട്ടിയ അവസരം അവൾ എടുത്ത തീരുമാനത്തിൻ്റെ ഗൗരവത്താൽ അവൾ മുന്നോട്ട് വന്നു. നമ്മളതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നവോമിയും മരുമക്കളും തമ്മിൽ സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ കാണാം. നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചു. തൻ്റെ ആൺമക്കൾ 2 പേരും മക്കളില്ലാതെ മരിച്ചു. വേർപാട് ലംഘിച്ച് മോവാബ് ദേശത്തേക്ക് ഇറങ്ങിച്ചെന്ന്, മോവാബിന് ഇങ്ങോട്ട് വന്ന് ദേവാലയത്തിൽ കയറാൻ ഒക്കത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അവരുടെ ജാതിയിൽ നിന്ന് 2 പേരെ ആൺകുട്ടികൾ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ച് ഞാൻ ആകപ്പാടെ മാറയായി കൈപ്പുള്ളവളായി മാറി എന്ന് പറഞ്ഞ് നവോമി മടങ്ങിപ്പോരുവാൻ താല്പര്യപ്പെടുകയാണ്. അവളുടെ വസ്തുവകകൾ ഇന്നും യെരുശലേമിൽ ഉണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. തൽക്കാലമായി വന്ന ഒരു ക്ഷാമം കൊണ്ടാണ് അവൾ പോയത്. പക്ഷേ യഹോവ തക്ക സമയത്ത് തൻ്റെ ജനത്തെ സഹായിച്ചു. അവിടെ മഴ പെയ്തു, അവിടെ ക്ഷാമം മാറി, അവൾ മടങ്ങി വരികയാണ്. അവൾ മരുമക്കളെ 2 പേരെയും വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാക്കളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകും. എന്നോടുകൂടെ വന്നിട്ട് നിങ്ങൾക്കിനി ഒരു ജീവിതമില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ വയസ്സ് എന്നവളാണ്, ഇനി എനിക്ക് മക്കൾ ജനിക്കയില്ല. ഇസ്രായേലിൻ്റെ തത്വപ്രകാരം ഒരു മകൻ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചു പോയാൽ അടുത്ത മകൻ, അതേ മാതാപിതാക്കളുടെ അടുത്ത മകൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തൻ്റെ സഹോദരൻ്റെ പേര് നിലനിർത്തേണ്ടതിന് ഒരു സന്തതിയെ ജനിപ്പിക്കണം എന്ന പ്രമാണമാണ്. അങ്ങനെ എങ്ങാനും ഒരു സംഭവം നടക്കുവാൻ ഇനി എനിക്ക് മക്കൾ ഉണ്ടാകത്തില്ല, എൻ്റെ പ്രായം കഴിഞ്ഞു. അഥവാ മക്കൾ ജനിച്ചാലും എത്ര വർഷം കഴിയും നിങ്ങളെ വിവാഹം കഴിപ്പാൻ? അതുകൊണ്ട് അടഞ്ഞുപോയൊരു സാഹചര്യം, വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞു. ദയവായി നിങ്ങളുടെ മാതാക്കളുടെ അടുക്കിലേക്ക്
നിങ്ങളുടെ സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്ക്. ഒരു പദം കൂടെ നവോമി പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക. ഇവർ വേണ്ടാത്ത ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നവരാ. ലോത്തൊരിക്കൽ വഴി തെറ്റിയാൽ പിന്നെ എവിടെയൊക്കെ വീഴുമെന്ന് പറയാനൊക്കത്തില്ല. അദ്ദേഹം പോയ വഴിക്ക് അന്യദൈവങ്ങളെ സേവിച്ചു, അല്ലെങ്കിൽ തൻ്റെ തലമുറകൾ സേവിച്ചു. അങ്ങനെയൊക്കെ സേവിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞു. മൂത്തവൾ ഓർഫ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ കരഞ്ഞു, കെട്ടിപ്പിടിച്ചു കരഞ്ഞു, ആത്മാർത്ഥമായി കരഞ്ഞു. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, 3 പേര് ഒരുമിച്ച്. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. ഈ പറ്റി നിന്ന ആ തീരുമാനമാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം. 16-ാമത്തെ വാക്യത്തിൽ അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് അവൾ പറഞ്ഞു. ഈ വിവാഹവേദികളിൽ പലപ്പോഴും ഭാരതത്തിൽ ക്രിസ്തീയ സഭകളിൽ പൊതുവെ നടന്നു വന്നിരുന്നത്, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നാം തമ്മിൽ വേർപിരിയുകയില്ല എന്ന് ഇരുവരും, ഭാര്യയും ഭർത്താവും, ഉഭയസമ്മതം ചെയ്യും. ഞാൻ നിന്നെ പോറ്റി പുലർത്തും, നിന്നെ നന്നായി പരിപാലിക്കും, സ്നേഹിക്കും, ബഹുമാനിക്കും എന്നിത്യാദി പദങ്ങൾ ഭർത്താവ് ഭാര്യയോട് പറയും. ഭാര്യ ഭർത്താവിനോട് ഞാൻ നിന്നെ അനുസരിച്ചും കീഴടങ്ങിയും ജീവിച്ചുകൊള്ളും എന്ന്, സ്നേഹിക്കും, ബഹുമാനിക്കും എന്നിത്യാദി പദങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇന്ന് ചില മോഡേൺ സംസ്കാരങ്ങളിൽ അത് പറയുന്നത് നിർത്തിയ ശേഷം ഈ പദം ആവർത്തിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇത് പറഞ്ഞ് ഉഭയസമ്മതം ചെയ്യാറുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞത് ഇതാണ്. പക്ഷെ പുതിയ നിയമത്തിലെ വിവാഹം ഇതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇത് പെൺകുട്ടി ഭർത്താവിനോട് പറയുന്ന പദമല്ല, അമ്മാവിയമ്മയോട് പറയുന്ന പദമാണ്. രണ്ടായാലും ഓർഫ പിന്തിരിയാതെ പറ്റി നിന്നു എന്നത് രൂത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഇനിയും 2-ാമത്തെ താക്കോൽ വാക്യം രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. ഇത് ബോവസ് പറയുന്ന പദമാണ്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് നടന്നു. ബോവസ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പാൻ തീരുമാനിച്ചു. അദ്ദേഹം അടുത്ത വീണ്ടെടുപ്പുകാരനാകയാൽ ഞാൻ ഇവളെ വീണ്ടെടുക്കും എന്ന് ബോവസ് തീരുമാനിച്ചു. വീണ്ടെടുപ്പിനെക്കുറിച്ച് 1-2 പദങ്ങൾ ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇവളെ വീണ്ടെടുക്കും എന്ന് ബോവസ് തീരുമാനിച്ചു. എന്നാൽ ബോവസ് പറയുകയാണ്, അത് ആരും അറിയാതെ ഒരു രാത്രിയിൽ നടന്ന വിവാഹമായി മാറരുത്. പട്ടണക്കാരറിയണം. പക്ഷെ പട്ടണക്കാരെ എങ്ങനെ അറിയിക്കും? 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിച്ചുകൂടാ എന്ന് ശപിക്കപ്പെട്ടതായ വർഗമാണിത്. പക്ഷേ ബോവസ് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചു. ബോവസിന് ട്വിൽറ്റ് ചെയ്യാനും വ്യാഖ്യാനിക്കാനും കഴിയും. ബോവസ് അന്നത്തെ കാലത്തെ പ്രമാണികളിൽ ഒരുവനാണ്. ഇസ്രയേലിൻ്റെ പ്രമാണികളിലും അവിടുത്തെ ഭരണാധികാരികളിലും ഒരുവനാണ്. പട്ടണവാതുക്കൽ ഇരുന്ന് കാര്യങ്ങൾ വിധിക്കുവാനും ഇന്നാരിന്നാർ ഇവിടെ വരിക എന്ന് പറയുവാനും പോകുക എന്ന് പറയുവാനും അധികാരമുള്ള മനുഷ്യനാണ്. ബോവസ് പറഞ്ഞു, ആ വിധി തൽക്കാലത്തേക്ക് ഞാൻ പുരുഷന്മാരുടെ മേൽ മാത്രം വയ്ക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ് പഴയ നിയമം പറയുന്നത്. മോവാബ്യരിൽ ഒരുത്തനും 10-ാം തലമുറ വരെ ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരുത്തി എന്നൊരു പദം ഇല്ലാത്തത് കൊണ്ട് ഒരു കോർണറിലൂടെ വ്യാഖ്യാനിക്കുകയാണ്, ഒരു സ്ത്രീയെ എടുക്കാം. മാത്രമല്ല, അവൾ സ്വന്തം ഭർത്താവിനെ വിട്ട് എങ്ങും പോയിട്ടില്ല. അവളുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ വിശുദ്ധമായി വേർപാടോടുകൂടി ജീവിച്ചവളാണ്. അവളുടെ പ്രായോഗിക ജീവിതത്തിൽ അമ്മായിയമ്മയോടും തൻ്റെ ജനത്തോടും തൻ്റെ ദൈവത്തോടും പറ്റി നീക്കും എന്ന് തീരുമാനിച്ചവളാണ്. ആകയാൽ നീ ഒരു ഭയപ്പെടേണ്ട മകളെ, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വന്ന സാഹചര്യം എവിടെയായാലും ഉത്തമരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇതാണ് പ്രധാന താക്കോൽ വാക്യം. പക്ഷെ 12-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം, എങ്കിലും എന്നേക്കാൾ അടുത്ത വേറൊരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. ഇവിടെയാണ് ഞാൻ വീണ്ടെടുപ്പിനെക്കുറിച്ച് ചില പദങ്ങൾ പറയാമെന്ന് പറഞ്ഞത്. പഴയ നിയമത്തിൽ ഒരു വസ്തു ഒരാൾക്ക് നഷ്ടമായാൽ ഏറ്റവും അടുത്തൊരു ചാർച്ചക്കാരൻ അതിനെ വീണ്ടെടുക്കണം. ഇസ്രയേലിൽ ദൈവം കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ എന്നേക്കും നിലനിർത്തേണ്ടതിനാണ്. സാഹചര്യത്തിൻ്റെ വഷളത്വത്താൽ, മോശത്താൽ അത് വിറ്റുപോയെങ്കിൽ, കടം കയറിയ ഒരു കുടുംബം അടിമയായിപ്പോയി, അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ
ഏറ്റവും അടുത്ത ചാർച്ചക്കാരിൽ ഒരുവൻ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുവാൻ സാധാരണക്കാരൻ അനുവാദമില്ല, ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. ഒരു മനുഷ്യൻ മരിച്ചുപോയി, അദ്ദേഹത്തിന് സ്വന്തം സഹോദരങ്ങളില്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരിൽ ഒരുവൻ വേണം ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച് രണ്ടാമതൊരു പൈതലിനെ ജനിപ്പിക്കേണ്ടത്. ബോവസ് ഇവിടെ പറഞ്ഞു, എന്നേക്കാൾ അടുത്ത് വേറൊരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, ബോവസിനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോകും. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു, വീണ്ടെടുപ്പുകാരനാണ്. എന്നാൽ ക്രിസ്തുവിനേക്കാൾ അടുത്ത വേറൊരു വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിനുണ്ടായിരുന്നു. ആ കാര്യമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഇൻഡയറക്ട്ലി. എന്നേക്കാൾ അടുത്ത വേറൊരു ചാർച്ചക്കാരൻ എനിക്കുണ്ട്, അത് മോശയാണ്, പഴയ നിയമത്തിലെ മോശയാണ്. രൂത്തിനെ വീണ്ടെടുക്കേണ്ടത് മോശയല്ല, പക്ഷെ പഴയ നിയമത്തിലുള്ള യഹൂദനെ വീണ്ടെടുക്കേണ്ടത് മോശയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ പ്രമാണം കൊടുക്കുന്നത്. പക്ഷെ മോശയുടെ പ്രമാണത്തിനകത്ത് വീണ്ടെടുപ്പിൻ്റെ കാര്യങ്ങൾ ഇല്ലാതെ പോയി. കാരണം അതിനകത്ത് ന്യായപ്രമാണമല്ലാതെ ക്ഷമ എന്നൊരു പ്രമാണമില്ല, മറുവില കൊടുക്കുന്ന ഒരു പ്രമാണമില്ല. ഇവിടെ വീണ്ടെടുക്കുന്നവൻ മറുവില കൊടുത്തേ മതിയാകുള്ളൂ. അതുകൊണ്ട് എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട്, ഞാൻ അവനെ നോക്കട്ടെ, അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ ദൗത്യം നിർവഹിക്കുമെങ്കിൽ അവന് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ താക്കോൽ അധ്യായം 4-ാമത്തെ അധ്യായമാണ്. ബോവസ് പട്ടണവാതിക്കൽ വന്നു, അവിടുന്നുള്ള മൂപ്പന്മാരെ വിളിച്ചു, അവരോട് ഇരിക്കുവാൻ പറഞ്ഞു. അതുവഴി പോയ തൻ്റെ വീണ്ടെടുപ്പുകാരനെ, ഈ പെൺകുട്ടിയോട് ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ സഹോദരനായിരുന്ന എലിമലേക്കും കുടുംബവും തൻ്റെ മോവാബിലേക്ക് പരദേശവാസം ചെയ്യുവാൻ ഇറങ്ങിപ്പോയി, ആകെ നശിച്ചു. ഇന്നൊരു പെൺകുട്ടിയുമായി നവോമി മടങ്ങി വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരൻ നീയാണ്, നിനക്ക് അവളെ വീണ്ടെടുക്കാൻ തയ്യാറാകുമോ? പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇല്ല, വീണ്ടെടുപ്പിന് വില കൊടുക്കണം. എൻ്റെ വസ്തുവകകളുടെ ഒരു ഭാഗം ഇവൾക്കായി നഷ്ടപ്പെടും. എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയുടെ ഒരു ഭാഗം ഇവളിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടി നഷ്ടപ്പെടും. അതുകൊണ്ട് ആ വില മുടക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അവൻ ഒഴിഞ്ഞു മാറിയെടുത്ത് ബോവസ് അവളെ വിവാഹം കഴിച്ചു. ഇതാണ് ചരിത്രം. ഇതിനകത്തെ വീണ്ടെടുപ്പ് ബോവസ് ചെയ്തെടുത്തതിനാൽ ക്രിസ്തുവിന് നിഴലായി ബോവസിനെ ചിത്രീകരിക്കുന്നു. ചരിത്രഭാഗം ഇതാണ്. ഞാൻ ഇവിടം കൊണ്ട് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം നിർത്തി ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. തുടർന്ന് നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകം എടുക്കാം. ഏതാണ്ട് 15-20 മിനിറ്റിന് താഴെ മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകവും ശമൂവേലിൻ്റെ 2-ാം പുസ്തകവും രണ്ടും ഒരുമിച്ച് എഴുതിയ പുസ്തകങ്ങളാണ്. സെപ്റ്റുജൻറ്റിൽ ഇത് രണ്ടും കൂടെ, ഹീബ്രു വേർഷനിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കാണുന്നത്. സെപ്റ്റുജൻറ്റിലേക്ക് തർജ്ജമ ചെയ്യുമ്പോഴാണ് ഇതിനെ രണ്ടായി തിരിച്ചത്. എന്തായിരിക്കാം കാരണം? എൻ്റെ അറിവനുസരിച്ച്, എൻ്റെ അറിവ് തീരെ തെറ്റല്ല, എൻ്റെ അറിവനുസരിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ഈ വേദപുസ്തകം എഴുതുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണ പുസ്തകങ്ങളോ പ്രവചന പുസ്തകങ്ങളോ ഇങ്ങനെ ദൈവാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പുസ്തകങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ അത് എഴുതേണ്ടതിന് വേണ്ടി 2 സ്റ്റാൻഡേർഡ് സൈസ് ചുരുളുകളായിരുന്നു ലഭിക്കുന്നത്. ഇന്ന് പേപ്പർ വാങ്ങിക്കുന്നവന് 3 ഇഞ്ച് നീളം, 4 ഇഞ്ച് നീളം, 8 ഇഞ്ച് നീളം, ഇങ്ങനെയുള്ള സൈസുകളിൽ പേപ്പർ കിട്ടത്തില്ല. A4 സൈസ്, A1 സൈസ് എന്നിങ്ങനെ ഒരു സൈസ് ഉണ്ട്. ഇതുപോലെ തന്നെ പഴയ നിയമത്തിലെ ചുരുളുകളിലാണ് ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും എഴുതിയത്. ഈ ന്യായപ്രമാണ പുസ്തകങ്ങളോ പ്രവചന പുസ്തകങ്ങളോ ആരാധനാവേളകളിൽ ഉപയോഗിക്കേണ്ട പുസ്തകങ്ങൾ ഒരുപക്ഷെ പൊതുലോകത്തിൽ ഉപയോഗിക്കേണ്ടതിന് തന്നെ ചുരുളുകൾക്ക് 2 സ്റ്റാൻഡേർഡ് സൈസായിരുന്നു. അതിൻ്റെ നീളവും വീതിയും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവോളം വലിയ ചുരുളിന് ഇന്നത്തെ വെയ്റ്റിൽ ഏറെക്കുറെ 25 കിലോഗ്രാം ഭാരം വരും. ചെറിയ ചുരുളിന് ഇന്നത്തെ ലെവലിൽ ഏറെക്കുറെ 15 കിലോഗ്രാം ഭാരം വരും. 25 കിലോഗ്രാം ഉള്ള ഒരു സ്ലിപ്പിലോ 2 ചുരുളുകളിലോ എഴുതാതെ ശമൂവേലിൻ്റെ പുസ്തകം 15 കിലോഗ്രാം വീതമുള്ള 2 ചുരുളുകളിൽ എഴുതുകയായിരിക്കും ഭേദം എന്ന് കരുതിയത് കൊണ്ടാകണം 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങളൊക്കെയും 2ആക്കി തിരുത്തി എഴുതിയത്. ശമൂവേലിൻ്റെ പുസ്തകം ഒരുമിച്ച് എഴുതിയത് സെപ്റ്റുജൻറ്റിൽ അത് 2ആക്കി, എന്നാൽ ഒറിജിനൽ ഹീബ്രു വേർഷനിൽ അത് 1ആയിരുന്നു. സെപ്റ്റുജൻറ്റ് എന്നത് ഞാൻ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹീബ്രു വേദപുസ്തകത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. കാരണം അന്നത്തെ സ്റ്റാൻഡേർഡ് ഭാഷ ഗ്രീക്കായിരുന്നതുകൊണ്ട് ഒരു നല്ല ഭാഷയിൽ നന്നായി ഇരിക്കേണ്ടതിന് വേണ്ടി ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതിനെയാണ് സെപ്റ്റുജൻറ്റ് എന്ന് വിളിച്ചു വന്നത്.
സെപ്റ്റുജന്റിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഇത് 2 പുസ്തകങ്ങളാക്കി. അങ്ങനെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം എന്ന 2 പുസ്തകങ്ങൾ നമുക്ക് ലഭിച്ചു. സ്റ്റാൻഡേർഡ് സൈസിലേക്ക് പോയതുകൊണ്ടാണ്. വേദപുസ്തകത്തിലെ 9-ാമത്തെ പുസ്തകവും 10-ാമത്തെ പുസ്തകവുമാണിത്. 66 പുസ്തകങ്ങളുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിശ്വസിക്കുന്ന നമ്മുടെ കണക്കിൽ ഇത് 9-ാമത്തെ പുസ്തകവും 10-ാമത്തെ പുസ്തകവുമാണ്. എന്നാൽ 12 ചരിത്ര പുസ്തകങ്ങളുള്ളതിൽ ഇത് 4-ാമത്തെ ചരിത്ര പുസ്തകവും 5-ാമത്തെ ചരിത്ര പുസ്തകവുമാണ്. ഈ പുസ്തകങ്ങളുടെ പ്രധാന പ്രതിപാദ്യ വിഷയം ഭയങ്കരമാണ്. ഇസ്രായേൽ എന്നത് ദൈവം നേരിട്ട് ഭരിച്ചിരുന്ന ജാതിയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു പറഞ്ഞു, നീ എന്നെ അനുസരിക്ക്. മനുഷ്യൻ്റെ 3-ാമത്തെ വീഴ്ചയോടുകൂടെ നിമ്രോദിൻ്റെ കാലത്ത് ബാബേൽ ഗോപുരത്തിന് ശേഷം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു. അവരെ ജാതികളെന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞു. ആ ഭാഗം ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അവർ പല പ്രാവശ്യം ഞാൻ എടുത്തതാണ്. അവരെ ജാതികളെന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞു. ജാതീയ ലക്ഷണങ്ങൾ അനുസരിച്ചു. ജാതീയ മര്യാദകൾ അവർ കൊണ്ടാടി. അവരെ മുഴുവനും ദൈവം തള്ളിയ ശേഷം അബ്രഹാം എന്ന ഏകനെ വിളിച്ചു. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാറായി എന്നായിരുന്നു. മക്കളില്ലാത്തൊരു കുടുംബം, കാരണം മച്ചിയായ ഒരു ഭാര്യ. ഈ അബ്രാമിനെയും ഭാര്യ സാറായിയെയും ദൈവം വിളിച്ച് ദൈവം അവരുടെ വഴിയെ ഇൻ്റർഫിയർ ചെയ്തു. അവരോട് പറഞ്ഞ്, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നീ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം, എൻ്റെ നിയമങ്ങളിൽ നിലനിൽക്കണം എന്നിങ്ങനെ അബ്രാമിനോട് പറഞ്ഞ് പേര് മാറ്റി അബ്രഹാം എന്നാക്കി അദ്ദേഹത്തെ വേർതിരിച്ചു. ദൈവത്താൽ ഭരണം ആരംഭിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. ഒരളവിൽ അവർ ദൈവസന്നിധിയിൽ വീഴ്ചകൾ വരുത്തിയെങ്കിലും ദൈവിക ഭരണത്തിൽ തന്നെ അവർ നിലനിന്നു. കാലത്തിൻ്റെ പോക്കിൽ അന്ന് ആരംഭത്തെങ്കിൽ ദർശനങ്ങളിലും വെളിപ്പാടുകളിലും ദൈവം നേരിട്ടിടപെട്ടു. തുടർന്ന് ദൈവം പ്രമാണങ്ങളും നിയമങ്ങളും കൊടുത്തു. പ്രവാചകന്മാരെ ദൈവം അവർക്ക് വേണ്ടി അയച്ചു. ന്യായാധിപന്മാർ എഴുന്നേറ്റു. ന്യായാധിപന്മാർ മുഖേന ദൈവം അവരെ ഭരിച്ചു വന്നു. അവർ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും ദൈവം ഓരോ ശത്രുരാജാക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു. ഇല്ലെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയും അവർക്ക് അയച്ചു. ദൈവത്തിൻ്റെ പ്രമാണം, നീ എൻ്റെ പ്രമാണം വിട്ടുപോയാൽ, മനുഷ്യനോട് ഇസ്രായേലിനോട് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം, ജാതികൾക്ക് പ്രമാണമില്ല. അബ്രഹാമിൻ്റെ കൊച്ചുമക്കളായിരിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രമാണമുള്ളൂ. ബാക്കിയുള്ളവർക്കാർക്കും ഇങ്ങനെ ഒരു പ്രമാണമേ ഇല്ല. അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, തോന്നിയതുപോലെ നടക്കാം. പ്രകൃതിയുടെ ചില നിയമങ്ങൾ അവർ പാലിക്കണം, സോഷ്യൽ മര്യാദകൾ അവരനുസരിക്കണം. അതില്ലാതെ പോയാൽ അതിൻ്റെ ശിക്ഷകൾ പ്രകൃതി തന്നെ കൊടുക്കും. അതൊഴിച്ചാൽ ദൈവമായി അവരെ ശിക്ഷിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം, കാര്യം അന്ത്യമായൊരു നരകശിക്ഷ നിങ്ങൾക്ക് വിധിച്ചിരിക്കുക. പക്ഷെ അബ്രഹാമിൻ്റെ സന്തതിക്ക് അതല്ല. അവരെൻ്റെ സ്വന്തം ജനമാണ്, എൻ്റെ കൽപ്പനകൾ അവർ പ്രമാണിക്കണം. അങ്ങനെ ന്യായാധിപന്മാർ മുഖേന അവരെ ദൈവം ഭരിച്ചു വന്നു. അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പ്രമാണം വിട്ടു നടന്നാൽ ഞാൻ നിങ്ങൾക്ക് ക്ഷാമം വരുത്തും. അപ്പമെന്ന കോലിനെ ഞാൻ ഒടിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ പകർച്ചവ്യാധികളെ അയക്കും. അംഗസംഖ്യയിൽ നിങ്ങൾ ചുരുക്കമായി മാറും, എണ്ണത്തിൽ നിങ്ങൾ ചുരുങ്ങിപ്പോകും. അതുകൊണ്ടും നിങ്ങൾ സമ്മതിക്കാതെ വന്നാൽ ഞാൻ ശത്രുരാജാക്കന്മാർക്ക് നിങ്ങളെ വിറ്റുകളയും. നിങ്ങൾ ജാതികളുടെ മുമ്പിൽ ആകും. ആ രാജാക്കന്മാർ നിങ്ങളെ ഭരിക്കും. നിങ്ങളെ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തു നിന്ന് പിടിച്ചുകൊണ്ട് അവരെ അന്യദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ട് അടിമവാസം ചെയ്യിക്കും. ഇന്ന് വിദേശങ്ങളിൽ പോകുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും സന്തോഷകരമാണെങ്കിലും ആ കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ചെറിയ വയസ്സിൽ പഞ്ചാംഗങ്ങൾക്കകത്ത് വായിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന നാളുകളിൽ ജനിച്ചവർക്ക്, ഞാൻ പഞ്ചാംഗത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു ക്രിസ്ത്യാനിക്ക് അത് ബാധകമല്ല, പക്ഷേ പഞ്ചാംഗങ്ങളിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഇന്ന നാളുകളിൽ ജനിച്ചവർക്ക് ഈ വർഷം അത്ര നല്ല വർഷമല്ല. അതിനകത്തെ അനേക ദുർലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ വിദേശവാസവും ഫലം എന്നെഴുതിയത് ഞാൻ പലപ്പോഴും ഓർക്കുന്നു. അന്യദേശവാസവും ഫലം എന്നെഴുതിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ദൈവം ഇതുതന്നെ പറഞ്ഞു, നിങ്ങളെ അന്യദേശങ്ങളിലേക്ക് ഞാൻ അയക്കും. പോകുന്നത് അവിടെ സുഖമായി ജീവിക്കേണ്ടതിനല്ല. ഇന്ന് നമ്മളൊക്കെ പോകുന്നത് സുഖമായി ജീവിക്കേണ്ടതിനാണ്. അവർ നിങ്ങളെ കൊണ്ടുവന്നത് അടിമകളാക്കി അവരുടെ അടിമവേല ചെയ്യിക്കാനാണ്. അന്നെങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിയുമെങ്കിൽ, നിങ്ങൾ അടിമകളായി പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ആലയത്തിൻ്റെ നേരെ തിരിഞ്ഞ് ഞാൻ അനുവദിക്കുന്ന സമയങ്ങളിൽ, പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ എൻ്റെ പ്രമാണമനുസരിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ കരുണ തോന്നി നിങ്ങളെ പിന്നെയും തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ദൈവം അവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതി മാത്രം ദൈവത്തിൻ്റെ ജനമായിരുന്നു. ദൈവം പലപ്പോഴും അവർ തെറ്റ് ചെയ്യുമ്പോൾ
അവർക്ക് ശിക്ഷ കൊടുത്തു. അന്യജാതിക്കാർ വന്ന് അവരെ ഉപദ്രവിച്ചു. അന്ന് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ഈ ന്യായാധിപന്മാർ മുഖേന അന്യജാതികളുടെ കയ്യിൽ നിന്ന് ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുകയും ചെയ്തു. കാലത്തിൻ്റെ പോക്കിൽ ഇസ്രായേൽ ജനം അവർ ഒന്ന് സഭാപരമായി തെറ്റി. ഏലിപുരോഹിതൻ രംഗത്ത് വന്നു. ഏലിപുരോഹിതൻ ഒരളവിൽ ഒരു ന്യായാധിപൻ കൂടെയായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ അയോഗ്യമായ വഴികളിൽ നടന്നു. അദ്ദേഹം ഉദാസീനതയോടെ ദൈവത്തിൻ്റെ വേല ചെയ്തു. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അദ്ദേഹം ഉദാസീനതയോടുകൂടെ ദൈവത്തിൻ്റെ വേല ചെയ്തു. ഞാനിന്ന് എൻ്റെ സ്വന്തം ജീവിതത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ വരികയും ദൈവത്തോട് പറയുകയും ചെയ്തു, കർത്താവേ, ആരോഗ്യമുണ്ടായിരുന്ന ഒരു സമയം നന്നായി ഓടുവാൻ കർത്താവ് കൃപ തന്നു. 3-4 മണിക്കൂർ മാത്രം ഉറങ്ങിയ ദിവസങ്ങൾ പലതുണ്ട്, ഉറങ്ങിയ രാത്രികൾ പലതുണ്ട്. കഴിവുള്ളിടത്തോളം കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, ഒരു സംശയവുമില്ല. പഠനത്തിന് വേണ്ടി സമയം ഉപയോഗിച്ചു, ജോലി ചെയ്യാൻ സമയം ഉപയോഗിച്ചു. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഒരു ഉപേക്ഷയും കാണിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യാൻ കൃപ തന്നു. അത് ഇന്ന് എൻ്റെ ആരോഗ്യം കുറഞ്ഞു തുടങ്ങി. പഴയതുപോലെ എനിക്ക് ഓടുവാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും മറ്റും പ്രായത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. എന്നാൽ അന്ന് പകർന്ന ദൈവശക്തി ഇന്നും ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നതിനാൽ, അന്നത്തെ വാസന ഇന്നും പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ വാസന ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്നതിനാൽ ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ ഇന്നും തരുന്ന കൃപയ്ക്കായി നന്ദി എന്ന് ദൈവത്തോട് പറയുവാനിടയായി. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ ഭരണത്തിനപ്പുറത്ത് ഏലിപുരോഹിതൻ്റെ ഭരണത്തോടുകൂടെ അദ്ദേഹം കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്തു. തൻ്റെ മക്കൾ വഴിതെറ്റി. അടുത്ത തലമുറ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് തികച്ചും അകന്നു മാറി. ഒടുവിലത്തെ ന്യായാധിപനായി, പ്രവാചകനായി, ഒരളവിൽ പുരോഹിതനായി ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചു. ശമൂവേൽ ദൈവത്തെ നന്നായി ഭരിച്ചുകൊണ്ടിരിക്കവേ ഇസ്രായേൽ ഒരുമിച്ച് പറഞ്ഞല്ല, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇസ്രായേലരെ ഒരു കൂട്ടത്തെ ജാതികളെന്ന് പറഞ്ഞ് തള്ളി നിങ്ങളെ മാത്രം ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഇടത്ത് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞത് തെറ്റല്ലേ? ദൈവം അതും അനുവദിച്ചു. രാജാവിനെ തരാം, നിങ്ങൾ എൻ്റെ പ്രമാണം പാലിക്കുക, പക്ഷേ രാജാവ് നിങ്ങളുടെ മേൽ വലിയ ഭാരങ്ങൾ വരുത്തി വെക്കും എന്ന് പറഞ്ഞ് ദൈവിക ഭരണത്തിലായിരുന്ന ജനം രാജഭരണത്തിലേക്ക് മാറിപ്പോയ ചരിത്രമാണ് ശമൂവേലിൻ്റെ 1-2 പുസ്തകങ്ങളുടെ പ്രധാന പ്രതിപാദ്യം. ഇതിനകത്ത് ശമൂവേൽ ഒരു പ്രവാചകനായിരുന്നു, ശമൂവേൽ ഒരു ന്യായാധിപനായിരുന്നു, ശമൂവേൽ ഒരു നേതാവും പുരോഹിതനുമായിരുന്നു. ഓഫ് കോഴ്സ് ഏലി പുരോഹിതൻ പൗരോഹിത്യം നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണിത് പോയത്. 3 പ്രധാന വ്യക്തിത്വങ്ങളെയാണ് ശമൂവേലിൻ്റെ പുസ്തകങ്ങൾ, 2 പുസ്തകങ്ങളും ചേർന്ന് ചിത്രീകരിക്കുന്നത്. ഒന്നാമത്തേത് ശമൂവേല. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. നിശ്ചയമായും ഇതിനകത്ത് ഏലി പുരോഹിതൻ്റെ കാര്യമുണ്ട്, ഓഫനിയുടെയും ഫിനഹാസിൻ്റെയും കാര്യമുണ്ട്. അവരെയൊക്കെ ഇവിടെ തൊട്ടിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതിപാദ്യ പുരുഷനിൽ ഒന്നാമത്തേത് ശമൂവേലാണ്. കാര്യം മറ്റവരൊക്കെ എരിഞ്ഞടങ്ങുന്ന ദീപങ്ങളുടെ ഭാഗങ്ങളായിരുന്നു, എരിഞ്ഞടങ്ങുന്ന ദീപങ്ങളുടെ പ്രകാശമായിരുന്നു. ഒന്നാമത്തെ ആൾ ശമൂവേലാണ്. എലിയുടെ പേര് ഉണ്ട് താനും. രണ്ടാമത്തെ പ്രധാന പ്രതിപാദ്യ പുരുഷൻ ശൗൽ രാജാവ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞോളാം. 3 ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് എന്ന രാജാവ്. ഈ 3 വ്യക്തിത്വങ്ങളെയാണ് പ്രധാനമായും ഈ 2 പുസ്തകങ്ങളിലായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലും 2-ാം പുസ്തകത്തിലുമായി ചിത്രീകരിക്കുന്നത്. ശക്തിയേറിയ ഒരു അഭിഷക്തനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. ഈ പുസ്തകത്തിൻ്റെ ഓതർ ആരാണെന്ന് വ്യക്തമായ ഒരു തെളിവില്ല. വ്യക്തമായ ഒരു തെളിവില്ല. കാരണം ഒരാളല്ല ഇത് എഴുതിയത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. യഹൂദ തൽമൂദുകളിൻ പ്രകാരം അല്ലെങ്കിൽ തൽമൂദിക് ട്രഡീഷൻസ് അനുസരിച്ച് ശമൂവേൽ, നാഥാൻ, ഗാദ് ഈ 3 പേർ ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത്. ദർശകനായ ശമൂവേലിൻ്റെയും നാഥാൻ പ്രവാചകൻ്റെയും ദർശകനായ ഗാദിൻ്റെയും പേര് ഇതിനകത്ത് കാണുവാൻ കഴിയും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ, 1 ദിനവൃത്താന്തം 29:29 എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും
അവനും ഇസ്രയേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങളിലും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിൻ്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിൻ്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഈ 3 പേരുടെ പേരുകൾ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ശമൂവേലിൻ്റെ പ്രോഫറ്റിക്കൽ സ്കൂളിൻ്റെ അംഗങ്ങളായിരുന്നു. ശമൂവേൽ പ്രവാചകന് ഒരു പ്രോഫറ്റിക്കൽ സ്കൂൾ ഉണ്ടായിരുന്നു, പ്രവചന സ്കൂൾ, അല്ലെങ്കിൽ ഒരു പ്രവാചക ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പ്രവചന സ്കൂളിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നു ഇവരെല്ലാം. ഈ 3 പേർ ചേർന്ന് ഈ പുസ്തകം എഴുതി എന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെടുന്നു. തൽമൂദിക് റൂൾസ് അതാണ് തരുന്നത്. ഇനി ടൈം. 1 ശമൂവേലിൻ്റെ പുസ്തകം എഴുതിയത് BC 1047 മുതൽ BC 115 വരെയുള്ള 1015 വരെയുള്ള ചരിത്രമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 7 പ്രതിപാദ്യ വിഷയങ്ങൾ BC 1047 മുതൽ BC 1015 വരെയുള്ള ചരിത്രമാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ BC 1010 മുതൽ 1004 വരെയുള്ള ചരിത്രമാണ്. ഇങ്ങനെ 2 പുസ്തകങ്ങളിലും ചേർന്ന് 1047 മുതൽ 1004 വരെയുള്ള 40 വർഷങ്ങളിലെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നായിരിക്കും ഈ പുസ്തകം എഴുതിയത്? വ്യക്തതയില്ല. എന്നാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ തെളിവും കൂടെ അറിയിച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങനൊരു ക്ലാസ് അഥവാ എടുത്താൽ അന്ന് ഞാനത് കൂടെ ചേർത്തോളാം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൻ്റെ പ്രതികരണം എന്ത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിഴലായി ആരൊക്കെയാണ്? നിശ്ചയമായും ദാവീദാണ് ഇതിനകത്ത് ക്രിസ്തുവിന് പ്രതിപുരുഷനായി നിൽക്കുന്നത്. ദാവീദിനെ കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ നിഴൽ എന്ന് ഇതിനകത്ത് ആകെ പറയാനുള്ളത്. ഒരളവിൽ ശമൂവേലുണ്ടായിരുന്നു. ശമൂവേൽ ജനത്തിൻ്റെ റെസ്റ്റോറേഷന് വേണ്ടി അവരെ കൊണ്ടുവന്നയാളാണ്. ഒരു ചെറിയ അളവിൽ ശമൂവേലിൻ്റെ പേരുണ്ട്. അതർവൈസ് ദാവീദാണ് ഇതിനകത്തെ ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന പുരുഷൻ. അടുത്തത് ഇതിനകത്തെ താക്കോൽ ആശയം, ദൈവിക ഭരണം. ഏലി പുരോഹിതൻ അതിൻ്റെ ശക്തി കുറച്ച് ന്യായാധിപന്മാർക്ക് കൈമാറി. ന്യായാധിപന്മാർ ഇസ്രയേലിനെ ഭരിച്ചു വന്നു. അവരവർക്ക് ബോധിച്ചതുപോലെ ദൈവത്തിൻ്റെ വഴികളോട് അവരിൽ പലരും കൂട്ടുചേർത്തു. ദാവീദ് പോലും ഇത് ചെയ്തിരുന്നു എന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ വഴികൾ അവർ കുറച്ചു. ദൈവം നേരിട്ട് ഭരിക്കുന്നതും ദൈവദത്തമായ വ്യക്തികൾ ബലഹീനതയോടെ ഭരിക്കുന്നതും തമ്മിൽ വ്യത്യസ്തമാണ്. ന്യായാധിപന്മാർ മുഖേന ദൈവം ഇസ്രയേലിനെ ഭരിച്ചിരുന്നു. അവരുടെ വഴിപിഴച്ച ജീവിതവും ഇസ്രയേലിൻ്റെ വഴിപിഴിച്ച ആ യാത്രയുമായി അവരുടെ കാലം കൊണ്ട് തന്നെ ആ ഭരണം തീർന്നു. ശമൂവേൽ പ്രവാചകൻ മുതൽ ന്യായാധിപന്മാരുടെ ഭരണം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ശൗലിൻ്റെ കയ്യിലേക്ക് രാജാവായി ഭരണം കൈമാറി. ഇതാണ് ഇതിൻ്റെ താക്കോൽ ആശയം. 1 ശമൂവേൽ 13-14 വാക്യത്തിൽ ഇപ്പോഴും നിൻ്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. ഇതിൻ്റെ താക്കോൽ വാക്യമായി ഓപ്പൺ ബൈബിളിൻ്റെ കമൻറ്റേറ്റർ എടുത്തിരിക്കുന്നത് ഇതാണ്: ഇപ്പോഴും നിൻ്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്നത് നീ പ്രമാണിക്കായിക കൊണ്ട്. തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ആ ഭാഗം ഒരല്പം ഭയങ്കരമാണ്. ഞാനത് വിശദീകരിച്ചോളാം. 2ാമത്തെ താക്കോൽ വാക്യമായി എടുത്തിരിക്കുന്നത് 15-ാം അധ്യായത്തിന് 22-ാം വാക്യമാണ്. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതിനകത്തെ പ്രധാന അധ്യായം താക്കോൽ അധ്യായം 15-ാമത്തെ അധ്യായമാണ്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതെല്ലാം ഈ 15-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം വിശദീകരിക്കാതിരുന്നത്. ഈ മനുഷ്യനെ ദൈവം അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ആ 15-ാമത്തെ അധ്യായം ഒന്ന് വായിച്ച് വിശദീകരിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അനന്തരം ശമൂവേൽ ശമൂലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്റെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. ദുഃഖകരമായൊരു സാഹചര്യമായത്, വളരെ ദുഃഖകരമായൊരു സാഹചര്യമായത്. ഈ സാഹചര്യത്തിൽ ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യഹോവ നിന്നെ അഭിഷേകം ചെയ്യുവാൻ എന്നെയാണ് ഉപയോഗിച്ചത്. ജാതികളിൽ നിന്ന് ന്യായാധിപന്മാരിൽ നിന്ന് ഭരണം മാറി രാജാവായി നിന്നെ യഹോവ അഭിഷേകം ചെയ്യുമ്പോൾ
അതിന് നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെയാണ് ദൈവം തീരുമാനിച്ചത്. ഞാനൊരു യാഗത്തിന് വെച്ചിരുന്ന കൈക്കുറങ്ങും കാൽക്കുറങ്ങും ഒക്കെ നിനക്ക് തന്ന് ആ യാഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിനക്ക് ഏൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ പരമാവധി നിനക്ക് വേണ്ടി തന്ന് നിൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് നിന്നെ അഭിഷേകം ചെയ്തത് ഞാനാ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക, യഹോവ എന്നെ വിട്ടുമാറിയിട്ടില്ല. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പലതും പറയാൻ ആഗ്രഹിക്കുന്നു, പിന്നെ പറഞ്ഞോളാമെന്ന്. ഈ അമാലേക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പരിശുദ്ധാത്മാവ് ഈ ആശയങ്ങളുടെ ആഴങ്ങളിൽ വ്യത്യസ്ത അളവുകളിലൂടെ ആംഗിളിലൂടെ ദൈവം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ അമാലേക്കിൻ്റെ ആരംഭത്തെക്കുറിച്ചൊന്ന് പറയുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് അമാലേക്കിൻ്റെ ആരംഭത്തെക്കുറിച്ച് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യം. തിമ്ന എന്നവൾ യേശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. നമ്മുടെ ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം അമാലേക്ക് എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തിമ്ന എന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് കാണാം. അവൾ യേശാവിൻ്റെ മകനായ എലീഫസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. അതായത് യേശാവിൻ്റെ കൊച്ചുമകനായിരുന്നു അമാലേക്ക്. അവൻ്റെ അപ്പൻ യേശാവിൻ്റെ മകനും അമ്മ തിമ്ന എന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നില്ല, പകരം ഒരു വെപ്പാട്ടിയായിരുന്നു. തിമ്നയെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ റബ്ബിയാനിക് ട്രഡീഷൻ പ്രകാരം അവൾ ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട പ്രിൻസസ് ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ജാതീയമായ രാജകുടുംബത്തിൽ ജനിച്ച അംഗമായിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയെന്നും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചുവെന്നും അറിഞ്ഞതിനാൽ ഈ പെൺകുട്ടി ഒരു സ്വയംവരത്തിന് തയ്യാറായി. അക്കാലത്തും അത് അത്ര മാന്യമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അനുവദിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും രാജകുമാരിയാകയാൽ അവൾക്കതിന് പ്രത്യേക അനുവാദം വേണ്ടായിരുന്നു. അവളതിന് തീരുമാനിച്ചു. അങ്ങനെ അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാകുവാൻ തീരുമാനിച്ചു. യാക്കോബിൻ്റെ മക്കളിൽ ഒന്നിനെ വിവാഹം കഴിക്കുവാൻ അവളെ കൊണ്ട് ഒക്കാതെ വന്നു. അതുകൊണ്ട് അവൾ ഏശാവിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞു. ഏശാവിൻ്റെ മകനും ഭാര്യയായി എടുക്കുവാൻ കഴിയാതെ അവളെ ഒരു വെപ്പാട്ടിയായി മാത്രം സ്വീകരിച്ചു. അങ്ങനെ മാന്യവും യോഗ്യവുമായ ഒരു ഉദ്യമനത്തിന് വേണ്ടി, എന്തോ മാന്യവും യോഗ്യമായ ഉദ്യമനം, അബ്രഹാമിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുക. അതിന് യോഗ്യമായൊരു വഴി അവൾക്കില്ലാതെ വന്നതിനാൽ അവൾ മാന്യത കുറഞ്ഞ അയോഗ്യമായൊരു വഴി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ അമ്പേ അവൾ പരാജയപ്പെട്ടു. യാക്കോബിൻ്റെ കുടുംബമായി പറ്റിച്ചേരുവാൻ കഴിയാതെ വന്നതോടെ, എന്നാൽ മാന്യത കുറഞ്ഞ മാർഗമാണെങ്കിലും ഞാൻ അത് തന്നെ തിരഞ്ഞെടുക്കും എന്ന പേരിൽ അവളെടുത്ത തീരുമാനമാണിത്. തെറ്റായ തീരുമാനം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ എലീഫസിൻ്റെ ഭാര്യയാകാൻ കഴിയാഞ്ഞതിനാൽ സാഹചര്യത്തെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി അവൾ വെപ്പാട്ടിയായി മാറുകയും അവളിൽ നിന്ന്, ആ റോങ് ഡിസിഷനിൽ നിന്ന്, റോങ് കൾച്ചറിൽ നിന്ന് ഒരുവൻ ജനിക്കുകയും ചെയ്തു. അതാണ് അമാലേക്ക്. ഇവിടെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ചു വരട്ടെ. അമാലേക്ക് അവരെ വഴിയിൽ വെച്ച് ആക്രമിച്ചു. അവരോട് ചെയ്തതിനെക്കുറിച്ച് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ഈ അമാലേക്കിന് ഒരുപാട് പ്രകൃതി ദോഷങ്ങളുണ്ടായിരുന്നു. അമാലേക്കിൻ്റെ കാലത്തിൻ്റെ പോക്കിൽ അവരാകെ വഷളായി. ഞാൻ ആ ഭാഗം മുഴുവൻ ഇപ്പം വായിക്കുന്നില്ല. അത് അമാലേക്കിനെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. തിമ്നയുടെ ചരിത്രം ഉൾപ്പെടുത്തി. അമാലേക്കിനെ കുറിച്ച് മാത്രമല്ല, പല ജാതികളെയും ഉണ്ട്. അതിൽ അമാലേക്കിനെ കുറിച്ച് ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാകാഞ്ഞ ഒരു ജാതിയാണ്. അമാലേക്കിൻ്റെ ഓർമ്മയെ ഞാൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമെന്ന് യഹോവ തൻ്റെ സിംഹാസനത്തെ ചൊല്ലി സത്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവമായി തുടരുകയാണെങ്കിൽ, അതാ പദം, തൻ്റെ സിംഹാസനത്തെ ചൊല്ലി സത്യം ചെയ്തെന്ന്. എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കൂടെ ചേർന്ന് ദൈവിക സിംഹാസനത്തിൽ വരികയാണ്. യഹോവ തൻ്റെ സിംഹാസനത്തെ സത്യം ചെയ്ത് പറയുന്ന പദപ്രയോഗമാണിത്. യഹോവയ്ക്ക് ഇവനോട് എന്നും സമരമുണ്ട്, എല്ലാ തലമുറകളിലും. പഴയ നിയമം കൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിലെ ഇന്നത്തെ തലമുറ, നാം ഉൾപ്പെടെ ഇന്നും ഈ അമാലേക്കിൻ്റെ ശക്തിയോട് പൊരുതുക.
ഇന്നും ദൈവശക്തിയെ ഇല്ലാതെയാക്കുവാൻ, ഇസ്രായേലിനെ നശിപ്പിച്ച് കളയുവാൻ, ആത്മീക ഇസ്രായേലിനെ നശിപ്പിച്ച് കളയുവാൻ, തനി പെന്തിക്കോസുകാരെ നശിപ്പിച്ച് കളയുവാൻ, തനി ആത്മീയനെ നശിപ്പിച്ച് കളയുവാൻ പോരാടുന്ന ഒരു അമാലേക്ക് വ്യാപാരമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് അമാലേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ഇന്നത്തെ ഇതിനകത്ത് എടുക്കുന്നില്ല. അവരെ നശിപ്പിക്കുവാൻ ശൗലേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ ആ വാക്യം ഞാൻ തൊടാം. രണ്ടാമത്തെ വാക്യം, 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെക്കുറിച്ച് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവം കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് മോനെ പോകത്തില്ല, ഇതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ തലമുറയോട് ദോഷം ചെയ്യുവാൻ, ഈ വംശത്തോട് ദോഷം ചെയ്യാൻ തീരുമാനിച്ചു. ശൗലേ, ആകയാൽ നീ ചെന്ന്, 3-ാം വാക്യം, ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷനെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. ശൗലിനെ കാലത്തിൻ്റെ പോക്കിൽ, അദ്ദേഹത്തിൻ്റെ നിയോഗം അതായിരുന്നു, കാലത്തിൻ്റെ പോക്കിൽ അതിനെല്ലാമുള്ള അവസരം ദൈവം കൊടുത്തു. അദ്ദേഹം പക്ഷേ ദൈവകൽപ്പനയോട് എനിക്ക് കുറച്ച് കരുണയൊക്കെ തോന്നിക്കാണും. കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നണം, കരുണ തോന്നണമെന്നില്ലാത്തവനോട് കരുണ തോന്നരുത്. പലപ്പോഴും ദൈവം മുഴുവനും ക്ഷമിക്കുന്നവനാണെന്നൊരു പദപ്രയോഗം നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെയോ വന്നു കയറി. അങ്ങനെയല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പോലും ഇവരറിയായ്മ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് എബ്രായ പടയാളികളുടെ കാര്യമാണ്. പീലാത്തോസിനോട് യേശു ക്ഷമിച്ചില്ല എന്ന് മറക്കരുത്. മഹാപുരോഹിതനോട് യേശു ക്ഷമിച്ചില്ല എന്ന് മറക്കരുത്. യെരുശലേമിലെ അന്നത്തെ തലമുറയോട് യേശു ക്ഷമിച്ചില്ല എന്ന് മറക്കരുത്. ഓശാന പെരുന്നാളിൻ്റെ ദിവസം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ, കാര്യം നിങ്ങളുടെ മേലൊരു ശിക്ഷാവിധി വിധിച്ചിരിക്കുന്നു, അത് ക്ഷമിക്കപ്പെട്ടിട്ടില്ല. പീലാത്തോസ് യേശുവിനെ ന്യായം വിസ്തരിക്കുമ്പോൾ പീലാത്തോസിനോട് യേശു പറഞ്ഞു, എന്നെ നിന്റെ അടുക്കൽ ഏൽപ്പിച്ചവന് അധികം ദോഷമുണ്ട്, നിനക്കും ശിക്ഷയുണ്ട്. പീലാത്തോസ് നിന്നോട് ക്ഷമിച്ചിട്ടില്ല. മഹാപുരോഹിത അങ്ങയോട് ഒട്ടും ക്ഷമിച്ചിട്ടില്ല. നിങ്ങളോട് ഇത് ക്ഷമിക്കുന്നതല്ല. മാത്രവുമല്ല, യേശു അന്നത്തെ തലമുറയോട് പറഞ്ഞ മറ്റൊരു പദമുണ്ട്. ഹാവേലിൻ്റെ രക്തം മുതൽ ആലയത്തിനും യാഗപീഠത്തിനും മധ്യേ ചൊരിഞ്ഞ സെഖരിയാവിൻ്റെ രക്തം വരെ വിശുദ്ധ രക്തം സകലതും ഈ തലമുറയോട് ചോദിക്കും. ഈ തലമുറയോട് ചിലത് ചോദിക്കുവാൻ, കണക്ക് തീർക്കുവാൻ വെച്ചിട്ടുണ്ട്. നിൽക്കട്ടെ, തൽക്കാലത്തേക്ക് ഇവിടെ ഈ ജാതിയോട് ക്ഷമിക്കത്തില്ല. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. ദൈവമേ, ഈ കാള എന്ത് തെറ്റ് ചെയ്തു? ഈ കഴുത എന്ത് തെറ്റ് ചെയ്തു? ഇല്ല മോനെ, ആ ജാതിയെ ഞാൻ വെറുക്കുന്നതിനാൽ അവർക്കുള്ള സകലത്തെയും ഞാൻ വെറുക്കുന്നു. ഇന്ന് ജീവനോടിരിക്കുന്ന ശൗലേ, അങ്ങയുടെ കാലത്ത് ജീവനോടിരിക്കുന്ന ആ തലമുറ എന്ത് ദോഷം ചെയ്തു? ദോഷം നടന്നത് പണ്ടൊരു തലമുറയിലല്ലേ? ഒക്കെ ശരിയാ. പക്ഷേ യഹോവയ്ക്ക് കൽപ്പിക്കാനുള്ളത്, ഞാൻ നിന്നെ രാജാവാക്കുക, ഞാൻ നിന്നെ ഒരു രാജസ്ഥാനത്ത് കൊണ്ടുവരികയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളിൽ പലരെയും, ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന നമ്മിൽ പലരെയും ദൈവം ചില സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയത് ചില അധർമ്മത്തെ ഇല്ലാതെയാക്കി ദൈവകൃപ നിലനിർത്താനാണെങ്കിൽ അത് സംരക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് മറക്കരുത്. ഞാൻ മുന്നോട്ട് വായിക്കട്ടെ, 4-ാമത്തെ വാക്യം. എന്നാറെ ശൗൽ ജനത്തെ ഒരുമിച്ച് കൂട്ടി തെലാലിൽ വെച്ച് അവരെ എണ്ണി, വലിയൊരു സംഖ്യ അവർ ഉണ്ട് എന്ന് കണ്ടു. ഞാൻ അങ്ങനെ പോട്ടെ. പിന്നെ ശൗൽ അമാലേക്യരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പുകാരെയാക്കി. പതിയിരിപ്പുകാരെന്ന് ഇന്ന് ഈ പുതിയ നിയമത്തിൽ പറയുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച. പഴയ നിയമത്തിലെ പതിയിരിപ്പുകാരോട് ഏറെക്കുറെ അവർ തുല്യരാണ്. യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ പതിയിരിക്കാൻ വേറൊരു കൂട്ടർ വേണം എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതിൻ്റെ അർത്ഥത്തിൻ്റെ അതൻറ്റിറ്റി കംപ്ലീറ്റ് പറയാൻ അറിയാൻ വയ്യ, എങ്കിലും അങ്ങനെ ഒരു വെയ്പ്പുണ്ട്. താൻ പതിയിരിപ്പുകാരെയാക്കി. എന്നാൽ ശൗൽ കന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്യരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുകയും ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്യരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോയി. കേന്യരും അമാലേക്യരും ഒരുമിച്ച് താമസിക്കുകയാണ്. അതിനകത്തുനിന്ന് കുടിയൊഴിപ്പിക്കേണ്ടവനെ കുടിയൊഴിപ്പിച്ച് വിട്ടു, കേന്യരെ ഒഴിപ്പിച്ചു വിട്ടു. അമാലേക്കിനെ തോൽപ്പിച്ചു. ശൗൽ പിന്നെ ഹവീല മുതൽ മിസ്രയീമിന് കിഴക്കുള്ള ശൂർ വരെ അമാലേക്യരെ സംഹരിച്ചു.
ശ്രദ്ധിച്ച് കേട്ടോണേ ബാക്കി. അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു, ജനങ്ങളെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. ജനങ്ങളെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. പക്ഷേ അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ശൗൽ വിചാരിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ ഇവനെ തിരിച്ചു കൊണ്ടുവരും, ജാതികളുടെ മധ്യേ ഞാൻ ഇവനെ നിർത്തും. തേണ്ട ഏറ്റവും ശൂരൻ, വീരൻ, നാട്ടുകാരെ മുഴുവനും കൊന്നവൻ, അനേകം അമ്മമാരെ മക്കളില്ലാത്തവനാക്കിയവനായി യവനെ ഞാൻ ജീവനോടെ പിടിച്ചു, കഴുത്തു മുതൽ ചങ്ങലയിട്ട് ബന്ധിതനാക്കി തേണ്ട കൊണ്ടുവന്നിരിക്കുന്നു. എന്നേക്കാൾ വലിയവനില്ലെന്ന് പറഞ്ഞൊരാഘോഷം നടത്തുവാൻ, വലിയ പ്രൗഢി കാണിക്കുവാൻ ഒരളവിൽ, ഞാൻ പിന്നീട് ആ പദത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കിക്കൊള്ളാം, ഒരളവിൽ പ്രൗഢിക്ക് വേണ്ടി കൊള്ള നടത്തി. ഇവൻ ദൈവം ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച രാജാവ് വെട്ടിക്കളയേണ്ടതായിരുന്നു, അവൻ ചെയ്തില്ല, ബാക്കിയുള്ളവരെ നിർമൂലമാക്കി. 9-ാമത്തെ വാക്യം ഭയങ്കര ഗൗരവമായി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമാവുകയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയെ ഒക്കെയും അവൻ നിർമൂലമാക്കി കളഞ്ഞു. നിസ്സാരമായതിനെ ഒക്കെ നിർമൂലമാക്കി. യഹോവയുടെ കൽപ്പന സകലത്തെയും നിർമൂലമാക്കാനായിരുന്നു. പുരുഷനെയും സ്ത്രീയെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ തീർത്ത് കളയാനാണ് പറഞ്ഞത്. പക്ഷേ ആഗാഗ് രാജാവിനെ അവൻ ജീവനോടെ പിടിച്ച് നിർമൂലമാക്കിയില്ല. മൃഗങ്ങളിൽ വെച്ച നിസ്സാരമായതിനെ കൊന്നു, തടിച്ചതും കൊഴുത്തതും ബലമുള്ളതുമായതിനെ അവർ വെച്ചു. അതിന് ജനത്തിന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവാക്കി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു, അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കിൽ ശമൂവേലിന് വ്യസനമായി അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. യഹോവ ശമൂവേലിനോട് ഇടപെടാൻ തുടങ്ങി. മോനെ ശമൂവേലേ, ശൗലിനെ രാജാവാക്കിയതിനാൽ ഞാൻ ദുഃഖിക്കുന്നു, അവൻ എന്നെ വിട്ടുമാറി. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് പ്രാക്ടിക്കലി ഡിസൊബീഡിയൻസ്. I repeat, partial disobedience is practically disobedience. ഞാൻ അവനെ മുഴുവനും നശിപ്പിക്കാൻ ഏൽപ്പിച്ചു, അവൻ അവൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു. ചില ആഴ്ചകൾക്ക് മുൻപേ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു പ്രത്യേക ആലോചനയാണ് മോഡിഫൈയിങ് അപ്പോൺ ദ കമാൻഡ്മെൻറ്റ് ഓഫ് ഗാഡ്, മോഡിഫൈയിങ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗാഡ്. അവരുടെ വചനത്തോട് നീ കൂട്ടുചേർത്തത് ഞാനത് അമാലേക്കിനെ കുറിച്ച് എടുക്കുന്ന ക്ലാസ്സിൽ എന്നെങ്കിലും വ്യക്തമാക്കിക്കൊള്ളാം. ഡോണ്ട് മോഡിഫൈ. അവരുടെ വചനത്തോട് നീ ഒന്നും കൂട്ടുചേർക്കരുത്. അവൻ എന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാൻ ഇടവരരുത്. പ്രൊവേബ്സ് 30 അവൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാണെന്ന് കാണാം. ഇതവൻ ചെയ്തു, ആകയാൽ അവനെ രാജാവാക്കിയതിൽ ഞാൻ അനുദപിക്കുന്നു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിഞ്ഞ് തിരിച്ച് ഗിലെയാദിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. ഞാൻ 15-ാമത്തെ അധ്യായമാണ് ഇതിൻ്റെ താക്കോൽ അധ്യായം. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്തെ 15-ാമത്തെ 13-ാമത്തെ വാക്യത്തിൽ, പിന്നെ ശമൂവേൽ ശൗലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്തോയിക്കണം? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെയാണ് പറയുന്നത്. അന്ന് പ്രൈസ് ദി ലോർഡ് എന്നുള്ള വാക്കിന് പകരം യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന പദമാണ് പറയുന്നത്. ഉഗ്ര ഷെയ്ക്കാൻ്റെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മോനെ, കള്ളത്തരമല്ലേടാ പറഞ്ഞത്? യഹോവയുടെ കൽപ്പന പാർഷ്യലി നിവർത്തിച്ചാൽ അത് നിവർത്തീകരണമായി ദൈവം കണക്കാക്കയില്ല. ശൗൽ സ്വയമായി വ്യാഖ്യാനിച്ചു, ഭാഗിക നിവർത്തീകരണമാണ്. അല്ല ശൗലേ, അല്ല, നീ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിട്ടില്ല. അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദിസ് ബ്ലീറ്റിംഗ് ഓഫ് ദ ഓക്സൻ? മുക്കുറ ഞാൻ കേൾക്കുന്നടാ. ആൻഡ് ഓൾസോ ദ ക്രൈയിങ്, ലോവിങ് ഓഫ് ദ ഓക്സൻ. ആടുകളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നടാ, കാളകളുടെ മുക്കുറ ഞാൻ കേൾക്കുന്നടാ. ഇതിവിടെ നിന്നാടാ വരുന്നത്. 15-ാമത്തെ വാക്യത്തിൽ, അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ഞാൻ ശൗലിൻ്റെ വിശദീകരണത്തിലൂടെ പോകാൻ പോവാം. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തെ താക്കോൽ അധ്യായം 15-ാമത്തെ അധ്യായമാണ്. ശൗലിന് പറ്റിയ വീഴ്ചയുടെ ഗൗരവം കാണുന്നത് ഇവിടെയാണ്. ഭാഗികമായി അവൻ ദൈവകൽപ്പനയെ അനുസരിച്ചു. ഭാഗികമായി അനുസരിക്കാനല്ല ദൈവം അവനെ ആക്കിയത്.
കഴുതകളെ തേടി പോയവനെ സ്വർഗത്തിലെ ദൈവം പുറകെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് യാഗത്തിൽ പ്രധാന ഭാഗം അവന് കൊടുത്ത് തന്നെ അഭിഷേകം ചെയ്ത് ജനത്തിന് രാജാവാക്കി നിർത്തിയത് അമാലേക്കിനെ ജയിക്കുവാൻ. അമാലേക്കിനെ ജയിക്കാവുന്നവൻ ഇല്ലെന്നാണ് അന്നത്തെ പഴഞ്ചൊല്ല്. അമാലേക്കിനെ ജയിക്കുവാൻ ആവശ്യമായ ജനസംഖ്യ കൊടുത്ത്, സൈന്യത്തെ കൊടുത്ത് ജയിച്ച് രാജാവിനെ പിടിച്ചു കെട്ടി ബാക്കിയുള്ളതിനെ മുഴുവനും കൊണ്ടുവന്ന ശൗലേ, ജനത്തിൻ്റെ വാക്കല്ലായിരുന്നു കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്കായിരുന്നു കേൾക്കേണ്ടത്. ശമൂവേൽ ശൗലിനോട്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. 17-ാം വാക്യം. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുവാനും അവരെ നശിപ്പിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. 19-ാം വാക്യത്തിൽ, അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടിയതെന്ത്? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? എന്നോട് ഒരു ദിവസം 2-3 ആഴ്ചകൾക്ക് മുൻപേ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു പ്രത്യേക വിഷയമാണ്. ഞാൻ എൻ്റെ ദാസന്മാരിൽ ചിലരെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ കൃപയാൽ ദൈവം ഉയർത്തി. നമ്മുടെ പിതാക്കന്മാർ ഒരുപാട് കരഞ്ഞു, ഒരുപാട് അവർ ബുദ്ധിമുട്ടി, അവരെ പട്ടിണി കിടന്നു, ഉപവാസം എന്ന പേര് പറഞ്ഞു, നോയമ്പെന്ന് പേര് പറഞ്ഞു. ആ ദിവസങ്ങളിൽ ചെലവിടേണ്ട പണം സെപ്പറേറ്റ് ചെയ്തു. പലയിടങ്ങളിലും സുവിശേഷീകരണത്തിന് വേണ്ടി ആ പണം ഉപയോഗിച്ചു. അവരെ കൊണ്ട് ഒക്കുന്നത് അത്രയും അവർ പ്രാർത്ഥിച്ചു, അവരെ ആവോളം ചെയ്തു. അവർക്കൊരു പിൻതലമുറയെ ദൈവം നൽകി. ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റു. ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനും ഭാഷ അഭ്യസിക്കുവാനും മറ്റും ദൈവം കൃപ കൊടുത്തു. പക്ഷേ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതോടെ ചിലർ വലിപ്പത്തിൻ്റെ പുറകെ, പെരുമയുടെ പുറകെ മാറി. എൻ്റെ പേര് 1-ാം സ്ഥാനത്ത് വരയണം, എനിക്ക് വലിയ വീട് വേണം, ശുശ്രൂഷകന്മാരുടെ മധ്യേ എൻ്റെ പേര് ഉയർന്നിരിക്കണം, ഞാൻ യാത്ര ചെയ്യുന്നത് സാധാരണക്കാരനേക്കാൾ ഉയർന്ന മാനദണ്ഡത്തിലായിരിക്കണം. അയ്യോ, കൊള്ളയ്ക്ക് ചാടിയല്ലോ. ഈ കൊള്ളയ്ക്ക് ചാടിയതിനാൽ പലരുടെയും രാജ്യത്വം നഷ്ടപ്പെടുന്ന ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. ഞാനതിൻ്റെ മുമ്പിൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും ദൈവസന്നിധിയിൽ വന്ന് എന്നെ തന്നെ സ്വയം ശോധന ചെയ്യുവാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി ആ ശോധന ഏറ്റെടുക്കുവാനും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമൂവേലിനോട്, 20-ാം വാക്യം, ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്യ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ ജനത്തിൻ്റെ കുറ്റം കൊണ്ടാണ്. എന്നെ കണക്ക് പഠിപ്പിച്ച സാറിനെ ഞാൻ ഓർക്കുന്നു. 13ന്റെ പട്ടിക പഠിക്കുന്നത് MA വർഗീസിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചല്ല സാർ അത് പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, പഠിച്ചേ മതിയാകും. 7ന്റെ പട്ടിക എനിക്ക് പ്രയാസമായിരുന്നു, 5ന്റെ പട്ടിക ഈസിയാ. എനിക്ക് ഈസിയായ ആഹാരം തന്നല്ല എന്നെ പഠിപ്പിച്ചത്. പഠിപ്പിക്കുന്ന അധ്യാപകൻ കണക്ക് പ്രസംഗിക്കുകയല്ലായിരുന്നു, അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. 7ന്റെ പട്ടികയും 13ന്റെ പട്ടികയും അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടല്ല ഞാൻ അവർക്ക് ആഹാരം കൊടുത്തത്. കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ ഡിന്നറിന് പകരം ഐസ്ക്രീം മാത്രം കൊടുത്താൽ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള പോഷകം ലഭിക്കുവാൻ, അവരുടെ ശരീരം കൊഴുത്ത് തടിച്ചു വരുവാൻ, അവരുടെ ബുദ്ധി വികസിച്ചു വരുവാൻ കേവലം ഐസ്ക്രീം കൊണ്ടാകത്തില്ല. അത് മതിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അല്ല, കട്ടിയായ ആഹാരം വേണം, അവർക്കാവശ്യമുള്ള ആഹാരം വേണമെന്നറിയാവുന്നവർ. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വഴങ്ങിയില്ല. എൻ്റെ സഭയിൽ അനേകർക്കും കുത്തരിഞ്ഞ് നടക്കുന്നതിൽ താല്പര്യം കണ്ടേക്കാം. ഞാൻ ഒരിക്കലും ആ വിഷയങ്ങളിൽ നിൽക്കാതെ ദൈവഹിതമായി ഇത് പഠിപ്പിക്കുവാൻ തിരിഞ്ഞിട്ടുണ്ട്. കർത്താവേ, ശൗലിന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ശുശ്രൂഷക വൃന്ദമേ, നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് മടങ്ങി വരാം. ജനത്തെ പ്രസാദിപ്പിക്കാനല്ല ദൈവം നമ്മെ നിയമിച്ചത്. ശൗലിനെ നിയമിച്ചതുപോലെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 22-ാം വാക്യത്തിൽ ശമൂവേൽ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ
ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ശക്തിയേറിയ ഒരു വചനപ്രഘോഷണം ശമൂവേൽ നടത്തി. മത്സരം ആഭിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഭയത്തോടെ ഞാൻ ഈ വാക്യം വായിക്കട്ടെ. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അന്നേക്കെന്ന് രാജസ്ഥാനം പോയെന്നൊന്നുമല്ല. രാജസ്ഥാനം ദൈവം എടുത്തു മാറ്റി അവൻ രാജാവായി കുറച്ച് നാളോടെ അഭിനയിച്ചു. ശമൂവേലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചു പാപം ചെയ്തിരിക്കുന്നു. തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. അവനെ കുറ്റം ഏറ്റുപറയേണ്ടത് ഇപ്പോഴല്ലായിരുന്നു, ജനം നിന്നോട് വാദിച്ചപ്പോഴായിരുന്നു. എന്നെ എളുപ്പം അങ്ങ് പൊക്കോട്ടെ, എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ശരിയാണെങ്കിലും തൽക്കാലം ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ താഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് എൻ്റെ കൂടെ യാഗത്തിന് വരുന്നില്ലെങ്കിൽ, അങ്ങ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ജനത്തിൻ്റെ ഇടയിൽ എനിക്ക് നാണക്കേടാ. ഞാൻ ഇപ്പോഴും രാജ്യത്വം പിടിക്കുക. എടാ, നിന്നെ തള്ളിയടാ, നീ രാജാവല്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. നിനക്ക് രാജാവായി അഭിനയിക്കണമല്ലേ? ശുശ്രൂഷ നഷ്ടപ്പെട്ടവനെ, ആത്മാവ് നഷ്ടപ്പെട്ടവനെ, പകരം ഒരു അശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നില്ലയോ? നീ എന്തിന് അഭിനയിക്കുന്നു? ശമൂവേൽ ശൗലിനോട് ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു പടിയൂടെ മുന്നോട്ട് പോകട്ടെ. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശൗലിൻ്റെ കൈ കൊണ്ട് അവസാനമായി, എനിക്ക് തോന്നുന്നു വിറയ്ക്കുന്ന കൈ കൊണ്ടായിരിക്കും, ഭയന്ന് നിൽക്കുന്ന ശൗല തൻ്റെ ശമൂവേലിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പത്ത് പിടിച്ചു, അവൻ്റെ അങ്കിയുടെ തുമ്പത്ത് പിടിച്ച് വലിച്ചേച്ച് പറഞ്ഞു, നിൽക്കണേ നിൽക്കണേ നിൽക്കണേ, അടിയനോടുകൂടെ നിൽക്കണേ, എന്നോടുകൂടെ നിൽക്കണേ എന്ന് പറഞ്ഞു. പിടിച്ചു വലിച്ചു. ശമൂവേൽ പറഞ്ഞില്ല, ഞാൻ പോകയാ. പോകാൻ തുനിഞ്ഞതോടുകൂടെ ശമൂവേലിൻ്റെ അങ്കി കീറി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിൻ്റെ രാജ്യത്വം നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിൻ്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്നപേക്ഷിച്ചു. ശമൂവേൽ പോയി. ശൗലേ, രാജ്യത്വം അങ്ങയുടെ പക്കൽ നിന്ന് കീറി മാറി. വളരെ ഭയത്തോടെ വിറയിലോടെ ഏതാണ്ട് 2-3 ആഴ്ചയായി പരിശുദ്ധാത്മാവ് ഈ ആശയങ്ങളിൽ പലതും വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത രീതികളിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്തൃദാസന്മാരെ അറിയിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി വ്യക്തതയിൽ ഞാനിത് അറിയിക്കുന്നുണ്ട്. ഈ ബൈബിൾ സ്റ്റഡിയും അതിലൊരു ഭാഗമാകട്ടെ. കൊള്ളക്കിറങ്ങേണ്ട സമയത്തെ കൊള്ളക്കിറങ്ങാവൂ. കൊള്ളക്കിറങ്ങുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്, അന്നത് ചെയ്യണം. പക്ഷേ അതിനരുതാത്ത സമയത്ത് അതിനുവേണ്ടി പോകരുത്. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ താക്കോൽ വാക്യമായി എടുത്തിരിക്കുന്നത് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ദൈവം ദാവീദിനോട് പറയുന്നതാണ്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിലൊരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകളും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. 2 ശമൂവേൽ പുസ്തകം പ്രധാനമായും ദാവീദിനെ തന്നെ കുറിക്കുന്നതാണ്. ബാക്കിയെല്ലാം തീർന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം കൊണ്ട് ദാവീദിൻ്റെ കഷ്ടകാലം കഴിഞ്ഞു. തന്മുഴി ഇസ്രായേലിനും രാജാവായി അവരോധിക്കപ്പെട്ടു. ദാവീദ് ഭരിക്കുന്ന 33 വർഷങ്ങളുടെ ചരിത്രമാണ് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ നല്ല കാലം. ദൈവം തന്നോട് വാക്ക് പറയുകയാണ്, ശമൂവേലേ,
ദാവീദേ, അങ്ങ് എല്ലാ കാലത്തും ജീവനോട് ഇരിക്കയില്ല. നിന്റെ ജീവിതത്തിൽ ബലഹീനത വരാതെ സൂക്ഷിക്കുക. ഞാൻ നിന്റെ സന്തതിയിൽ മേലും എൻ്റെ വാഗ്ദത്തം നിലനിർത്തും. 11-ാമത്തെ അധ്യായമാണ് ഇതിനകത്തെ താക്കോൽ അധ്യായമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ദാവീദിനെ കുറിച്ച് 1-2 വാക്കുകളിലൂടെ പറയട്ടെ. ശൗലിങ്കിൽ നിന്ന് അഭിഷേകം നഷ്ടമായി. ഒരു അശുദ്ധാത്മാവ് അവനെ ബാധിച്ചു. അന്നു മുതൽ ദാവീദിനെ കൊന്നുകളയണം, അടുത്ത തലമുറയെ നശിപ്പിക്കണം എന്നൊരു ചിന്ത അവൻ്റെ മേലായി. ഞാനതൊന്നും തൊടുന്നില്ല. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലും അഭിഷക്തനായ ദാവീദും തമ്മിലുള്ള പോരാട്ടം വേദപുസ്തകത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. ആ ചിത്രീകരണങ്ങളിലേക്ക് ഇന്ന് പോകുന്നില്ല. അതിനെ വല്ലാതെ ആളുകൾ ദുർവ്യാഖ്യാനിച്ചും കഴിഞ്ഞു. വേണ്ടാത്തവർ പലരും മുതലെടുത്തു കഴിഞ്ഞ് ഇവർ വേദഭാഗമാകയാൽ എല്ലാവർക്കും അത് അറിയാം, അറിയേണ്ടവർക്കെല്ലാം അറിയാം. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ നേരോടെ നടന്നു. ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് അവനെ കൊണ്ടുവന്നു. ശൗലിനെയും കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ്. ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് അവനെ കൊണ്ടുവന്നു. പുൽമേടുകളിൽ ആട് തീറ്റി നടക്കുന്ന ഇടത്തു നിന്ന് പൊക്കി ശക്തിയേറിയ ഒരു അഭിഷേകം ദാവീദിൻ്റെ മേൽ പകർന്നു. ആ അഭിഷേകത്തിന് വിരോധമായി സിംഹവും കരടിയും എഴുന്നേറ്റു. ഈ അന്ത്യനൂറ്റാണ്ടിൽ നിലനിൽക്കുന്ന ദൈവമക്കളിൽ പലരും ദൈവിക കൃപാവരങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ മാതൃകയിലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ദൈവവചനം, ദൈവരാജ്യം എന്നിവയോടും കൂടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന പലരെയും തേടി സിംഹങ്ങളും കരടികളും എത്താറുണ്ട്. അവയൊന്നും ജയിച്ചിട്ടില്ല. അവ പോരാടി പോകുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്ത ദാവീദിന് ക്ഷീണം വന്നില്ലെന്നല്ല. അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്ത ദാവീദിന് മുറിവുകൾ സംഭവിച്ചില്ലെന്നല്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. സിംഹത്തോടും കരടിയോടും യുദ്ധം ചെയ്താൽ കുറഞ്ഞ പക്ഷം അതിൻ്റെ നാറ്റമെങ്കിലും അടിക്കും, അതിൻ്റെ രക്തമെങ്കിലും ശരീരത്ത് തെറിക്കും. പലതും സംഭവിച്ചു കാണാം. പക്ഷെ അൾട്ടിമേറ്റ് ജയം ദാവീദിനായിരുന്നു. ജയിപ്പിച്ചു കൊണ്ടുവന്ന് മല്ലനായ ഗോലിയാത്തിൻ്റെ നേരെ നിർത്തി അവൻ്റെ വായിലിരുന്ന് ചീത്തയും കേട്ട് അവൻ നിന്ന് ചീത്ത വിളിച്ചതാ. അവൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചതാ, ശാപവാക്കുകൾ കേട്ടതാ. ഇതെല്ലാം കേട്ടെങ്കിലും സമയത്തവനെ എറിഞ്ഞ് താഴെയിട്ട് ഇസ്രായേലിൻ്റെ രാജാവായി മാറി. രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുന്നമേ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിൻ്റെ കയ്യിൽ കൊല്ലപ്പെടുമെന്ന് കരുതി ഒരുപാടിടങ്ങളിൽ ഓടിയതാ, ഒളിച്ചതാ. നേരെ യുദ്ധം ചെയ്യാൻ ഒരിക്കലും ദാവീദ് ശൗലിൻ്റെ നേരെ നിന്നിട്ടില്ല. പണ്ടൊരിക്കലൊരു അഭിഷേകം തൻ്റെ മേലുണ്ടായിരുന്നുവെന്നും ദൈവം കൊടുത്ത അഭിഷേകം എൻ്റെ മേൽ ഇരിക്കുന്നതിനാൽ എനിക്കത് തിരിച്ചറിയാമെന്നുമുള്ള ദാവീദ് ശൗലിൻ്റെ അഭിഷേകത്തെയും മാനിച്ചു. അവനെതിരെ ഒന്നും സംസാരിക്കാതെ പോയി. ഒരു ദിവസം ദൈവം ദാവീദിനെ മാനിച്ചു. ശൗല് ഏത് ഫെലിസ്ത്യരുടെ ജീവനോടെ രക്ഷിക്കാൻ ശ്രമിച്ചോ, ഏത് വംശത്തെ ജീവനോടെ രക്ഷിക്കാൻ ശ്രമിച്ചോ, ആ വംശത്തിൻ്റെ കൈ കൊണ്ട് ശൗൽ മരിച്ചു. ശൗലിൻ്റെ തലമുറയും മറ്റുപോയി. ശൗലിൻ്റെ തലമുറയും അതേ ജനം തന്നെ കൊന്നുകളഞ്ഞു. ഗിൽബോവ പർവ്വതങ്ങളെ ശപിച്ചുകൊണ്ട് യോനാഥാനെയും ശൗലിനെയും കുറിച്ച് വിലാപഗീതം പാടിക്കൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ ഭയത്തോടെ നിന്നു. ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. നീ എല്ലാ കാലത്തും ജീവനോടിരിക്കത്തില്ല, നീയും മരിക്കും. എല്ലാ മനുഷ്യനും പോകുന്ന വഴിയെ നീയും പോകും. പക്ഷേ ഞാൻ നിൻ്റെ തലമുറയെ സന്ദർശിക്കും. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന, അതാണ് 2 ശമൂവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്ന 17 വരെയുള്ള വാക്യങ്ങളുണ്ട്. സത്യത്തിൽ നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിൻ്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അത് 12-ാം വാക്യമാണ്. ഉറപ്പായി എന്നതിനർത്ഥമില്ല. ആ തലമുറ നിൽക്കേണ്ടിടത്ത് നിൽക്കാതെ പോയാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പലതും കണ്ടീഷനലാ. ആ കണ്ടീഷനിൽ നിൽക്കാതെ പോയാൽ, തെറിക്കരുതാത്ത ഇടത്ത് തെറിച്ചു പോയാൽ, തെറ്റിക്കരുതാത്ത ഇടത്ത് തെറ്റിച്ചു പോയാൽ ദൈവവും തൻ്റെ കണ്ടീഷൻ മാറ്റുമെന്നത് ശലോമോൻ ഉത്തമ ഉദാഹരണമാണ്. ശലോമോനും മോഡിഫൈഡ് ഓൺ ദ പ്ലാൻ ഓഫ് ഗാഡ്. അവിടെ വരെ വരട്ടെ. അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും. 13-ാമത്തെ വാക്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജനനത്തിന് മുന്നമേ ഈ വാഗ്ദത്വം എനിക്ക് ലഭിച്ചതാണ്. അന്നെനിക്ക് സഭയില്ല. അന്ന് ഞാനൊരു സഭാ ശുശ്രൂഷകനല്ല. ചെറുതും വലുതുമായ മീറ്റിങ്ങുകൾ നടത്തും. ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ മുതൽ പരസ്യയോഗങ്ങൾ ചേർത്ത് ചെറു കൺവെൻഷനും സാക്ഷിയോഗം വരെ പലതും നടത്തും. അന്നെനിക്കൊരു സഭയില്ല,
ഒരു സഭാ കെട്ടിടമില്ല, അതിനെക്കുറിക്കുന്ന ചിന്തയില്ല. പക്ഷെ എൻ്റെ മക്കൾ ജനിക്കുന്നതിന് മുന്നമേ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒന്നാണ്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ഒരുവൻ്റെ ജനനത്തെങ്കിൽ ദൈവം പറഞ്ഞു, അവൻ മോശയെപ്പോലെ എനിക്ക് പ്രയോജനപ്പെടും. വേറൊരുവൻ്റെ ജനത്തിന് മുമ്പേ ദൈവം പറഞ്ഞു, അവൻ ശലോമോനെ പോലെ എനിക്കൊരാലയം പണിയും. ദൈവമേ, ആ ശലോമോനെ പോലെ ആയിപ്പോകല്ലേ, കൃപയിൽ നിർത്തണേ എന്ന് ഞാൻ അന്നും ഇന്നും പ്രാർത്ഥിക്കുന്നു. അവൻ്റെ നാമത്തിനൊരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് എൻ്റെ ദയ നീക്കിയതുപോലെ അത് നിങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകളും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. ഞാൻ അവിടെ നിർത്തുകയല്ല, തുടരുക. ദൈവം ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, ഞാൻ ചെയ്യാൻ പോവാ. നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ദയ നീറ്റിക്കളഞ്ഞ ശൗലുണ്ടല്ലോ, അവനോട് ദയ കാണിക്കാൻ കഴിയാതെയായി. നിന്നോട് ഞാൻ ദയ കാണിക്കും. ഞാൻ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ശലോമോൻ തെറ്റിയാൽ മോനെ നിത്യരാജ്യത്വം നിലനിർത്തേണ്ടതിന് നിന്റെ സന്തതിയായി എൻ്റെ പുത്രനെ ക്രിസ്തുവിനെ അയക്കാം. നമ്മളിന്ന് രൂത്തിൻ്റെ പുസ്തകമാണ് തുടങ്ങിയത്. ഞാൻ ആ രൂത്തിനെ വീണ്ടെടുത്തവനാ. എന്തിനാണെന്നറിയാമോ? നിന്റെ പുത്രൻ തെറ്റുന്ന ഇടത്ത് എൻ്റെ പുത്രന് ജനനം കൊടുക്കേണ്ടതിന്, നിന്നോടുള്ള എൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൽ നിത്യരാജ്യത്വമായി നിന്റെ രാജ്യത്വം മാറ്റേണ്ടതിന് ഞാനൊരു സ്ത്രീയെ നേരത്തെ എടുത്തിട്ടുണ്ട് ദാവീദേ. അത് നിന്റെ വല്യമ്മയായി മാറി. അത് നിന്റെ വല്യമ്മയായി മാറി. നിനക്ക് ഞാനൊരു സന്തതിയെ തരും. അവൻ്റെ മുമ്പിൽ ഞാൻ ഓപ്പൺ അന്തരീക്ഷം കൊടുക്കും. പക്ഷേ അവനോടും ദൈവം പറഞ്ഞിരുന്നു, അന്യജാതികളെ വിവാഹം കഴിക്കരുത്, ജാതീയ മര്യാദ അനുസരിക്കരുത്, എൻ്റെ പ്രമാണത്തിൽ ജീവിക്കണം. ശലോമോനും തൻ്റെ കോമൺ സെൻസിൽ നിന്ന് ചിലതും കൂടെ ചേർത്തു. ഞാൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്താ? അങ്ങനെ വിവാഹം കഴിച്ചു. അവരുടെ ദൈവത്തിങ്കിലേക്ക് അവർ ആകർഷിച്ചു. അവനെ കൊണ്ട് ഒക്കുന്നതിനെ മൊത്തം കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അവരെ മാത്രമല്ല, അവരുടെ ദൈവങ്ങളെ കൊണ്ടുവന്നു, സമ്പ്രദായങ്ങളെ കൊണ്ടുവന്നു, അവരുടെ ഭാവഭേദങ്ങളെ കൊണ്ടുവന്നു. ദൈവം ശലോമോനെയും തള്ളിക്കളഞ്ഞു. ഇന്ന് പകൽ നമുക്ക് കണ്ടതെടുക്കരുതേ. ശലോമോൻ അതീവ ജ്ഞാനിയായിരുന്നു, അതീവ ബുദ്ധിമാനായിരുന്നു. 2 പ്രാവശ്യം യഹോവ അവന് വെളിപ്പെട്ടതാ. അവൻ ഭക്തനായിരുന്നു. എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ ദൈവകൽപ്പനയോട് കൂട്ടുചേർത്തു. ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ അവൻ്റെ ആലോചന നല്ലതെന്ന് കണ്ട് അവൻ ബെറ്റർമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നിനു വേണ്ടി പോയി. ദാവീദിനെയും ശലോമോനെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യട്ടെ. ദാവീദിന് മീഖൾ എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കറക്റ്റ് വൈഫ്. ഒരു ദിവസം യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെത്താൻ ഹീനനായി എണ്ണി തന്നെത്താൻ താഴ്ത്തിക്കളഞ്ഞു. രാജാവിൻ്റെ സ്റ്റാറ്റസ് ഇല്ലാതെ, രാജ കുപ്പായമില്ലാതെ, രാജ കിരീടമില്ലാതെ, രാജദണ്ഡില്ലാതെ എൻ്റെ ഭർത്താവിനെ കണ്ടുപോയല്ലോ എന്ന ദുഃഖത്തിൽ അവൾ ദാവീദിനോട് ശകാര ഭാഷ സംസാരിച്ചു. അല്ലെങ്കിൽ ഈ നൃത്തങ്ങളിൽ നിന്ന് ദാവീദിനെ ഒഴിവാക്കുവാൻ, ദൈവിക ആരാധനയിൽ നിന്ന് ഒഴിവാക്കുവാൻ ദാവീദിനോട് ആവശ്യപ്പെട്ടു. ദാവീദ് അവളെ തിരികെ ശപിച്ചു. നീ പറഞ്ഞ ദാസന്മാരുടെ ദാസിമാരിൽ നിന്ന് ദൈവം എനിക്ക് നന്മ തരും, പക്ഷെ നിനക്കോ സന്തതിയില്ലാതെ പോകും. ദാവീദ് അവളെ ശപിച്ചു. അതങ്ങനെ തന്നെ സംഭവിച്ചു. തൻ്റെ ഭാര്യയുടെ വാക്ക് അവൻ കേട്ടില്ല. ഇന്ന് നമ്മൾ ഭാര്യയുടെ വാക്ക് കേട്ട്, ഭർത്താവിൻ്റെ വാക്ക് കേട്ട്, മക്കളുടെ വാക്ക് കേട്ട്, ശൗലിന് പറ്റിയതുപോലെ ജനത്തിൻ്റെ വാക്ക് കേട്ട് പോകുമോ? അതോ ദൈവകൽപ്പനയിൽ പിടിച്ചു നിൽക്കുമോ? മുന്നോട്ട് വരാം. ശലോമോൻ വിവാഹിതനായി ഒത്തിരി പ്രാവശ്യം. 100 ഭാര്യമാർ, വെപ്പാട്ടിമാർ, ആയിരക്കണക്കിന് സ്ത്രീകൾ, അവരോടൊക്കെയും ആയിരക്കണക്കിന് ദൈവങ്ങൾ. ശലോമോൻ്റെ മനസ്സ് ആ ദൈവങ്ങളിലേക്ക് പോയി. ഭാര്യമാരുടെ ആലോചന അവൻ കേട്ടു. ഭാര്യമാരുടെ പ്രോത്സാഹനം അവൻ ശ്രദ്ധിച്ചു. ആ രാജാവിൻ്റെ മോളിതാ, മറ്റേ രാജാവിൻ്റെ മോളാതാ, അങ്ങപ്പുറത്തെ രാജാവിൻ്റെ മോളിതാ, അവരുടെ ദൈവങ്ങൾ ഇതാണ്. അവരെയൊക്കെ അനുഗ്രഹിച്ചത് അവരുടെ ദൈവങ്ങളല്ലേ? അതെ, പക്ഷെ എൻ്റെ മേൽ വേറൊരു വിളിയാ. യഹോവയായ ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിൻ്റെ ദൈവമാ, നീ എന്നെ അനുസരിക്ക്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് പാടില്ല.
ജാതീയ ദൈവങ്ങൾ അവർക്കുള്ളതാണ്, നീ ആ വഴിയെ പോകരുത്, നീ അതിൻ്റെ പ്രമാണം അനുസരിക്കരുത്. ശലോമോൻ അവയൊക്കെയും അനുസരിച്ചു. അവസാനം യഹോവ പറഞ്ഞു, ശൗലിങ്കൽ നിന്ന് ഞാൻ രാജ്യത്വം കീറിയതുപോലെ ശലോമോനെ നിങ്കൽ നിന്നും കീറുകയാ, രാജ്യത്വം കീറുകയാ. ശമൂവേലിൻ്റെ പുസ്തകം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. അതിൻ്റെ താക്കോൽ അധ്യായം 11 അധ്യായം. 2 ശമൂവേൽ 11 അധ്യായം ഞാൻ വേഗത്തിലൊന്ന് വായിച്ചോട്ടെ. 2 ശമൂവേൽ 11 അധ്യായത്തിലേക്ക് ഞാൻ വേഗത്തിൽ ഒന്ന് പൊക്കോട്ടെ. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവൻ അമോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദാവീദ് വീണെന്നേ യഹോവയുടെ ആലയം പണിയുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ, ഇന്നത്തെ ഭാഷയിൽ ചർച്ച് വിരോധത്തിൽ അവനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞില്ല, അവനെപ്പോലെ പാപിയായ ഒരുവനില്ലെന്ന്. ദാവീദ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനാ. പക്ഷെ മോനെ, തെറ്റിയാൽ തെറ്റ് തന്നെ തെറ്റ്. അത് തുറന്നു പറയുന്നവർക്കായി സ്തോത്രം. നാഥാൻ പ്രവാചകൻ തുറന്നു പറഞ്ഞു. പിറ്റേയാണ്ട് എവിടെയാണ് വീഴ്ച തുടങ്ങിയത്? രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവൻ അമോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടേണ്ട കാലം ദാവീദേ, യോവാബിനെ അല്ല അയക്കേണ്ടത്, അങ്ങ് യുദ്ധത്തിന് പോകേണ്ടവനായിരുന്നു. കൂലിക്കാരെ അല്ല വെക്കേണ്ടത്, സേവകന്മാരെ അല്ല വെക്കേണ്ടത്, അങ്ങ് ഏൽപ്പിച്ച് ജോലി ചെയ്യുവാൻ രാജാവായി നിയമിച്ചതല്ലേ. യുദ്ധത്തിനെൻ്റെ കൈകളെ അഭ്യസിപ്പിച്ച് പോരിനെൻ്റെ വിരലുകളെ ഒരുക്കി എന്ന് പറഞ്ഞ് എൻ്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കി അങ്ങയുടെ ഗിരികളിന്മേൽ എന്നെ ഉറപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞ ഹേ ദാവീദേ, അങ്ങയ്ക്ക് പ്രായമാകുമ്പോൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ ശരീരത്തിന് ആരോഗ്യമില്ലാതെ അങ്ങ് വൃദ്ധനായി മാറുമ്പോൾ നിശ്ചയമായും ദൈവം തനിക്ക് വേണ്ടി മറ്റൊരു സഹായിയെ നിൻ്റെ കൂടെ തന്നുകൊള്ളും. പക്ഷേ നിനക്ക് ആരോഗ്യമുള്ള സമയം, ഒരു പെൺകുട്ടിയെ കണ്ടാൽ വശീകരിക്കപ്പെട്ടു പോകത്തക്ക ആരോഗ്യം നിന്റെ ശരീരത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് പോകേണ്ടവനല്ലേ ദാവീദേ? അങ്ങ് പോയില്ല. അന്നവൻ മെത്ത തേടി. ആ വാക്യങ്ങൾ മുഴുവനും ഞാൻ വായിക്കുന്നില്ല. ഒരു നാൾ സന്ധ്യയായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിന്മേൽ ഉലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. കാണരുതാത്ത അഥവാ കണ്ണിൽ പെട്ടുപോയാൽ, യോബ് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, അതുകൊണ്ട് അരുതാത്ത ഒന്നും ഞാൻ നോക്കത്തില്ല. കണ്ണുമായി നിയമം ചെയ്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദേ, അങ്ങേക്ക് അനേക ഗുണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ നിയമം അങ്ങേക്കില്ലാതെ പോയല്ലോ. കാണരുതാത്ത ഇടത്ത് കണ്ണ് ചെന്ന് പെട്ടുപോയി. യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകേണ്ടതായിരുന്നു, ചെയ്യാതെ പോയി. മെത്തമേൽ കയറേണ്ട സമയമായിരുന്നില്ല, കയറി. ഉലാവേണ്ടവനായിരുന്നില്ല. ഇതേണ്ട ജനം യുദ്ധരംഗത്താ, അങ്ങ് യുദ്ധം ചെയ്യേണ്ടവനായിരുന്നു. അങ്ങിവിടെ മട്ടുപ്പാവിന്മേൽ ഉലാവേണ്ടവനല്ല, ഉലാവിപ്പോയി. കാണരുതാത്തടത്ത് കണ്ണ് ചെന്ന് പെട്ടുപോയി. കണ്ണുമായി ഒരു നിയമമുണ്ടായിരുന്നെങ്കിൽ കണ്ണങ്ങേക്ക് തിരിക്കുവാൻ കഴിയുമായിരുന്നു. ഇല്ല, അദ്ദേഹം അത് നേഴ്സ് ചെയ്തു. ആ കണ്ട കാഴ്ച അവൻ നേഴ്സ് ചെയ്തു. അരുതാത്ത ഒരിടത്ത് കണ്ണ് പെട്ടുപോയാൽ കണ്ണ് തിരിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. അരുതാത്ത ഒരു ചിന്ത ജീവിതത്തിൽ വന്നുപോയാൽ ആ ചിന്തയെ നേഴ്സ് ചെയ്യാതെ, ആ ചിന്തയെ താലോലിക്കാതെ അതിനെ അന്നേരമേ വിട്ട് ക്രൂശിനെ ധ്യാനിക്കുവാൻ ആ സമയം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദൈവവേദലെ നമുക്കിത് വരത്തില്ലായിരുന്നു. ദാവീദേ, അങ്ങ് ചിന്തിക്കേണ്ടിയിരുന്നു. ദാവീദ് ആളയച്ച സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ അവളോട് പോകുന്നില്ല. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ കൊണ്ടുവന്നു. ഒടുവിൽ അധ്യായം തീരുന്നതിന് മുന്നമേ അവളുടെ ഭർത്താവിനെ വിളിച്ച് അവനെ നിഷ്കരണം കൊല്ലിച്ചു. അവൻ പറഞ്ഞു, രാജാവേ, എൻ്റെ ജനം യുദ്ധരംഗത്തിരിക്കുമ്പോൾ, യഹോവയുടെ ആലയം ശത്രുവിനോട് യുദ്ധരംഗത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ പോകയില്ല, ഞാൻ എൻ്റെ മെത്തയിൽ കയറി കിടക്കയില്ല. നീ മെത്തയിൽ കിടന്ന നേരം ഇതാണോ? യഹോവയുടെ പെട്ടകം യുദ്ധരംഗത്തിരിക്കുമ്പോൾ നീ പെട്ടകത്തോടുകൂടെ നിൽക്കേണ്ടവനാണോ? അതോ നീ മെത്തയിൽ കയറേണ്ടവനാണോ? ദാവീദ് വീണു. ആ വീഴ്ചയും വലുതായിരുന്നു.
ശലോമോൻ അതിനപ്പുറത്ത് വീണു. നമുക്ക് വീണവരുടെ ചരിത്രം ചിന്തിച്ചു. യഹോവയ്ക്ക് കരുണ തോന്നേണ്ടവരോട് കരുണ തോന്നി. ഒരു ദിവസം ഈ തലമുറയെ, ഈ മനുഷ്യനെ മൊത്തം, ഈ ജാതിയെ മൊത്തം തുടച്ചു കളവാൻ ദൈവത്തിന് തിരഹിതമായി. അമാലേക്കിൻ്റെ ഓർമ്മയെ ഞാൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമെന്ന് പറഞ്ഞ ദൈവം അമാലേക്കിൻ്റെ ഓർമ്മയെ ഛേദിക്കുവാൻ തിരഞ്ഞെടുത്തത് ഒരു എസ്തേറിനെയാണ്. അപ്പനുമില്ലാതെ അമ്മയുമില്ലാതെ രാജാവിൻ്റെ പടിയറയ്ക്കൽ വാതിൽ കാവൽക്കാരനായിരുന്ന സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന മൊർദെഖായിയുടെ കൈകൊണ്ട് എടുത്തു വളർത്തപ്പെട്ട ഒരു എസ്തേറിനെ ദൈവം ഉപയോഗിച്ചു. ആ വംശത്തെ മുഴുവനും തുടച്ചു. ഒരു പൂരീം ആഘോഷത്തോടുകൂടെ അവരത് നിർവഹിച്ചു. ഞാനിവിടെ നിർത്തട്ടെ. ചരിത്രപുസ്തകത്തിലെ, വേദപുസ്തകത്തിലെ 12 ചരിത്ര പുസ്തകങ്ങളിലെ 3 ചരിത്ര പുസ്തകങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം, ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം, കർത്താവിന് വേണ്ടി നമ്മെ സമർപ്പിക്കാം. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഭയാനകമായ വിഷയങ്ങൾ, രാജാക്കന്മാരുടെ ഉയർച്ചയും താഴ്ചയും, യഹോവ ഭരിച്ചിരുന്ന ജനത്തെ ജാതീയ ഭരണമായി മാറ്റിയ രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച, ഏറ്റവും നല്ല രാജാവായിരുന്ന ദാവീദ് വരെ ജീവിതത്തിൽ ബലഹീനത സംഭവിച്ചു മാറിയ ചരിത്രങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു. കർത്താവെ, അടിയനെ തൃക്കരങ്ങളിൽ തരുന്നു, അടിയൻ്റെ ജനത്തെ തൃക്കരങ്ങളിൽ തരുന്നു, ബേഥേലിനെ തൃക്കരങ്ങളിൽ തരുന്നു, സഭയെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ തരുന്നു. അടിയങ്ങളെ അനുഗ്രഹിക്കണം. ദൈവമുമ്പിൽ വീഴാതെ ഞങ്ങളെ നിർത്തണേ. മനുഷ്യരുടെ അടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടികൊണ്ടും ഞങ്ങളെ ശിക്ഷിക്കുമ്പോൾ, ഞങ്ങൾക്ക് താൽക്കാലിക ശിക്ഷകൾ ലഭിക്കുമ്പോൾ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ എന്ന് കരുതി മടങ്ങി വരുവാൻ, കൃപയിൽ യഥാസ്ഥാനപ്പെടുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. ഈ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ദാവീദ് യുദ്ധം കഴിഞ്ഞ്, യാഗം കഴിഞ്ഞ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ബേഥേൽ ഫാമിലി അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.